Assalamualaikum. Bismillah walhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ridwanillah amma ba'd. Sallallahu alayhi wa sallam المرء مع من أحب. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വിശിഷ്ടരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, ഏറ്റവും സ്നേഹമുള്ള മുതഅല്ലിമീങ്ങളായ കൂട്ടുകാരെ, നമ്മുടെ ഈ സംഗമം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പള്ളിയിലായതുകൊണ്ട് എല്ലാവരും ഇത്തികാഫിൻ്റെ നിയ്യത്ത് ഇപ്പോൾ പറയുമ്പോൾ കരുതും എന്നാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് നേരത്തെ കരുതി എന്നല്ല, ഇപ്പോൾ കരുതും എന്നാണ് വിചാരിക്കുന്നത്. കരുതിയില്ലേ? അള്ളാഹു നമുക്ക് ഖൈറാത്തുകൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വലിനെ വരവേൽക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മൻ ഫരിഹ ബിനാ ഫരിഹ്ന ബിഹി. എൻ്റെ ജന്മമാസം വരുമ്പോൾ സന്തോഷിച്ചാൽ അവൻ വരുമ്പോൾ ഞാനും സന്തോഷിക്കും. അങ്ങനെയാണ് മഹാന്മാരുടെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പ്. റസൂലുള്ളാഹിന്റെ ജന്മദിനവും ജന്മമാസവും നമുക്ക് അല്ലാഹു മനസ്സിൽ വലിയ സന്തോഷം നൽകുമാറാവട്ടെ. വളരെ കുറഞ്ഞ സമയം ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്ക് എന്താണ് മഹബ്ബത്ത്, എന്തിനാണ് മഹബ്ബത്ത്, മഹബ്ബത്ത് വെക്കുന്നവരിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. ഈ 3 ഏരിയകൾ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എല്ലാത്തിനും ഒരേ കൂലി അല്ല ലഭിക്കുക. നിസ്കാരത്തിൻ്റെ കൂലി സ്വതക്കക്ക് ഉണ്ടാവില്ല, സക്കാത്തിൻ്റെ കൂലി സ്വതക്കക്ക് ഉണ്ടാവില്ല. കാരണം ഓരോ കർമ്മത്തിൻ്റെയും കൂലി വ്യത്യസ്തമായിരിക്കും. നിസ്കാരാണ് ഏറ്റവും പുണ്യം എന്ന് പറയുമ്പോഴും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് ഹജ്ജിൻ്റെ കൂലി ഉണ്ടാവോ? അതില്ല. മക്കത്തുനിന്ന് ചെയ്യുന്ന കൂലി നന്മക്ക് മുക്കത്തുനിന്ന് ചെയ്താൽ കിട്ടുമോ? ഇല്ല. റമദാനിൽ ചെയ്യുന്ന നന്മയുടെ കൂലി ഇപ്പം ചെയ്താൽ കിട്ടോ? ഇല്ല. ആലിം നിസ്കരിക്കുന്ന 2 റക്അത്തിന്റെ കൂലി ആലിം അല്ലാത്ത ആൾ നിസ്കരിച്ചാൽ കിട്ടോ? അത്ര കിട്ടൂല. സ്ഥലം, സമയം, വ്യക്തികൾ, അതിനനുസരിച്ച് കൂലി മാറും. വളരെ വിശദമായി ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് തൻ്റെ ലത്വായിഫുൽ മആരിഫിൽ ഈ കാര്യം പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ?
ഹൃദയം കൊണ്ട് കൽബ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ്. അതിനോളം വലിയ ഇബാദത്ത് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഈമാന്, അതിനേക്കാൾ വലുതെങ്ങനെ ഉണ്ടാവുക? തവക്കുല്, അത് ഹൃദയം കൊണ്ടുള്ള സാധനമാണ്. റജാ, അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തും, അള്ളാഹ് എന്നെ കൈച്ചലാക്കും, അതൊരു പ്രതീക്ഷയാണല്ലോ. ഖൗഫ്, ആഖിറം പേടിക്കുക. മഹബത്ത്, ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പ് ഇബാദത്ത്. ശരിക്കും സ്വഹാബത്തിലൊക്കെ കൂടുതലുള്ളത് അതാണ്. 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് നിസ്കാരം കിട്ടണത്? 51-ാം വയസ്സിൽ. അപ്പൊ ഈ 11 കൊല്ലം എന്താ പണി? എന്നിട്ടും എത്ര കൊല്ലം കഴിഞ്ഞിട്ട റമളാൻ നോമ്പ് കിട്ടണത്? എന്നിട്ടും എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഹജ്ജ് ഉണ്ടാവണത്? അപ്പൊ സ്വഹാബത്തിന്റെ കയ്യിൽ എന്താ മെയിനായിട്ടുള്ളത്? എന്താ ഉള്ളത്? അവരുടെ കൽബ് അത്രയും ടോപ്പായിരിക്കും. ഈമാന്, മഹബത്തൊക്കെ നോക്കുമ്പോൾ. ബദറിൽ ഷഹീദായ 14 ആള് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും റമളാൻ ഫുള്ള് നോമ്പ് പറ്റിട്ടില്ല. എന്തുകൊണ്ട്? ആ ബദർ യുദ്ധം നടക്കുന്ന കൊല്ലാണ് റമളാൻ നോമ്പ് ഉണ്ടാവണ തന്നെ. പിന്നെ ഇങ്ങനെ ഒരു നോമ്പൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വഫാത്തായ സ്വഹാബിമാര് അവര് ഖുർആൻ ഖത്മ ഓതി തീർത്തിനോ? ഇല്ല. ഖുർആൻ ഇറങ്ങി തീരണ്ട, എന്നാലും ഖത്മ ഓതി തീർക്കല്. പിന്നെ ഓരോ കയ്യിൽ എന്താ ഉള്ളത്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ആകെ 6 മുസാഫേ ഉള്ളൂ. നമ്മൾ ഒരു പള്ളിയിൽ തന്നെ 6000 മുസാഫ് ഉണ്ട്. എന്താണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? അവരുടെ ഖൽബിയ ഇബാദത്ത് ടോപ്പായിരിക്കും. ഖൽബിയായ ഇബാദത്തിൽ ഏറ്റവും ടോപ്പാണ് മഹബത്ത് എന്ന് പറയുന്നത്. മഹബത്ത് എന്ന് പറഞ്ഞാല് ഇഷ്ടം വെക്കൽ. ആരെ ഇഷ്ടം വെക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഡിഗ്രി കൂടുതലും കുറയലും ഒക്കെ. സുഹൃത്തിനെ ഇഷ്ടപ്പെടുക അത് നല്ല തന്നെ ഇസ്ലാമില്. ഉമ്മാനെ ഇഷ്ടപ്പെടുക അതിനേക്കാൾ നല്ലതാണ്. മഹാന്മാരെ ഇഷ്ടപ്പെടുക അത് വലിയ കാര്യമാണ്. അമ്പിയാക്കളെ ഇഷ്ടപ്പെടുക പറയാനില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുക അതിന് പരിധിയില്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക ലാ ഹദ്ദ, അത് പറഞ്ഞു തീർക്കാനും കഴിയില്ല. അപ്പൊ മഹബത്തിനും ഡിഗ്രി വ്യത്യസ്തമായിരിക്കും. ഒരാൾ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും വലിയ മഹബത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെടല്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നു എന്ന് ഒരാൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് ഇഷ്ടാവോ? ഇല്ല. അള്ളാഹ് തിരിച്ചും നമ്മൾ ഇഷ്ടപ്പെടണം. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അക്ബർ, അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും കിട്ടലാണ് ലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പൊസിഷൻ. ഏറ്റവും വലിയ സ്ഥാനം അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടലാണ്. എപ്പോഴാണ് ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക? എപ്പോഴാണ് അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടുക? അതിന് അള്ളാഹു വെച്ച ഒരു ക്രൈറ്റീരിയ, ഒരു യാർഡ് സ്റ്റിക്ക്, ഒരു മാനദണ്ഡം ഉണ്ട്. അള്ളാഹ് എല്ലാവരും അങ്ങനെ കയറി ഇഷ്ടപ്പെടുകയൊന്നും ചെയ്യില്ല. പിന്നെ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്ര ഇഷ്ടം ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം ഉണ്ടാവുക. ഒരാൾക്ക് ജസ്റ്റ് റസൂലുള്ളാഹിനെ അത്ര ഇഷ്ടമുള്ളൂ, ഈമാനുണ്ട്, നബി തങ്ങൾ അറിയാം, കേട്ടിട്ടുണ്ട്, അത്രേ മട്ടുള്ളൂ. ഒരു തെക്ക് ഭാഷയിൽ സംസാരിക്കണ പോലെ കേട്ടിട്ടുണ്ട്, അറിയാം, കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് എന്ന മട്ടേ ഉള്ളൂ എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം അത്രേ കിട്ടുള്ളൂ. ലഅന്ന മഹബ്ബത്തുല്ലാഹി തആല അലൽ അബ്ദി അലാ ഖദരി മഹബ്ബത്തി നബീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര ഇഷ്ടം വെക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് അള്ളാഹു അയാൾ ഇഷ്ടപ്പെടുക. അപ്പോൾ ഒരാൾ അള്ളാഹു നല്ലോണം ഇഷ്ടപ്പെടണമെങ്കിൽ അയാൾക്ക് തങ്ങളോട് അത്രയും മഹബത്ത് ഉണ്ടാവണം. ഹംസിയ എന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം എഴുതുമ്പോൾ
നജീബ് റളിയല്ലാഹു അൻഹു ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഉഖ്റവിയായ മുഴുവൻ വിജയത്തിൻ്റെയും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെയും സ്വർഗത്തിൻ്റെ സുഖങ്ങളുടെയും എന്നല്ല, സ്വർഗത്തിലെ സ്ഥാനമാനങ്ങളുടെയും മാനദണ്ഡവും ഇത് തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് റസൂലുള്ളാഹിനോട് ഭയങ്കര ഹുബ്ബുണ്ടെങ്കിൽ സ്വർഗത്തിൽ അയാൾക്ക് സ്ഥാനം വളരെ വലുതായിരിക്കും, ഹൈ ഡിഗ്രി ആയിരിക്കും അയാൾക്ക് കിട്ടുക. ഒരാൾ സാധാരണക്കാരനായി എപ്പോഴെങ്കിലും റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ട്, പിന്നെ അടുത്ത കൊല്ലത്തെ റബീഉൽ അവ്വലോ അല്ലെങ്കിൽ വേറെ ഒരു പ്രഭാഷണാറ്റം കേൾക്കണം, മഹബത്ത് ഉണ്ടോയെന്ന് വെച്ചുകൊണ്ട് അത് സ്വർഗത്തിലെത്തും. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള സ്ഥാനേ കിട്ടുള്ളൂ. ഒരാളെപ്പോഴും മഹബത്തിൻ്റെ വേക്കിൽ തന്നെ ജീവിതം, എന്നാൽ സ്വർഗത്തിൽ ഉന്നത സ്ഥാനമായിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥവും വസായിലുൽ വുസൂൽ ഇലാ ശമാഇൽ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരാൾ റസൂലുള്ളാഹിയിൽ നിന്ന് എത്ര അകലുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നരകം. ഒരാൾ റസൂലുള്ളാഹിനോട് ഭയങ്കര ശത്രുതയാണ്, അപ്പം അയാൾക്ക് നരകം മാത്രമല്ല, നരകത്തിൻ്റെ അടിത്തട്ടിൽ എത്തും. നിബിതങ്ങൾക്കെതിരെ കാർട്ടൂണും നിബിതങ്ങൾക്കെതിരെ തെറിയും നിബിതങ്ങൾക്കെതിരെ പലതും പറയുന്നുണ്ട്. അയാൾ അതേ നിലക്ക് എന്നെ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് നരകത്തിൻ്റെ കുഴിയായിരിക്കും. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ തങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അയാൾക്ക് സ്വർഗത്തിൽ ഒരു സാധാരണ എല്ലാവർക്കും കിട്ടുന്ന സ്ഥാനമായിരിക്കൂല, വലിയ ഡിഗ്രി ആയിരിക്കും. ചുരുക്കത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗം കൊടുത്തിന് ഓരോരുത്തർക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്ന് വെച്ചാൽ തങ്ങൾ കൊടുത്തോളൂ. ഇക്കാര്യം ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുന്നത് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ളയുടെ അർ-റസാഇലു തിസ്ഇൽ കാണും. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, അള്ളാഹുവിൻ്റെ തൃപ്തി ഒരാൾക്ക് ഇങ്ങോട്ട് കിട്ടാൻ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടതാണ് അള്ളാഹുവിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കൽ. എന്തിനാണ് മഹബത്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആയിക്കഴിഞ്ഞു. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി. ഈ പറഞ്ഞ ആശയം ഈ ആയത്തിൽ നമുക്ക് കാണാം. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? വെറും പറച്ചിൽ പോരാ, തങ്ങളെ ഇഷ്ടപ്പെടൂ. കണ്ടോ? വമാ യതഖറബു ഇലയ്യ, എന്നിലേക്ക് ഒരടിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എടുത്തിട്ട് അടുക്കുകയാണെങ്കിൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഖുദ്സിയായ ഹദീസാണല്ലോ. മാസാല അബ്ദി ബിൻ നവാഫിൽ യഖറബു, കേട്ടിട്ടില്ലേ നമ്മൾ? ഇതാണ് ആമുഖത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഒരു ഫണ്ട് കളക്ഷൻ നടത്തുന്നു എന്ന് വിചാരിക്കാം. 1000 രൂപ 500 രൂപയൊക്കെ ആയിട്ട് കുറച്ചാൾ കൊടുത്തു, കുറച്ചാൾ കൊടുത്തില്ല എന്നുകൊണ്ട് അയാൾ നരകത്തിൽ കിടക്കുകയൊന്നും ചെയ്യില്ല. വേറെന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അയാൾ എന്തോ സംഭവിക്കാമെന്ന് പോകുന്നില്ല. പക്ഷെ മഹബത്ത് വെച്ചിട്ടില്ലെങ്കിൽ അയാൾ ഈമാനങ്ങ് പോകും. ഈ ഹദീസ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഈമാനാവണമെങ്കിൽ മഹബത്തുണ്ടാവണം എന്ന് പറഞ്ഞ ഹദീസ് ഈമാനിൻ്റെ അധ്യായത്തിലാണ് മഹാന്മാർ കൊണ്ടുവരിക. കാരണം ഇത് ഈമാൻ ടച്ചുള്ള ഇബാദത്താണ്. മഹബത്തില്ലാത്തവൻ ഈമാനില്ല. മഹബത്ത് ഒരാളുടെ കൽബിലില്ലെങ്കിൽ അയാൾക്ക് ഒരു ധാന്യമണിയുടെ വില പോലും ഈ ദുനിയാവിലില്ലെന്ന് മഹത്തുക്കൾ എഴുതി വെക്കുന്നുണ്ട്. ഒരു വിലയുമില്ല. അയാൾ ഇരുട്ടിൽ തപ്പുകയാണ്, അയാൾ നരകത്തിലേക്കുള്ള സഞ്ചാര വഴിയിലാണ്, അയാൾക്ക് മഹബത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ, ആഖിറത്തിൽ കൈച്ചലാവാൻ, രാജാവായ റബ്ബ് ഇഷ്ടം വെക്കാൻ, സ്വർഗം ലഭിക്കാൻ, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കാൻ, ഇതിനൊക്കെ നമുക്ക് മഹബത്ത് ഉണ്ടാവണം. അടുത്തത്, എന്തിനാണ് മഹബത്ത് എന്ന ചോദ്യം, എന്താണ് മഹബത്ത് എന്ന ചോദ്യമാണ് ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. എന്തിനാണ് മഹബത്ത് എന്നുള്ളതാണ് ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് പറയാൻ ശ്രമിച്ചത്. ഇനി അടുത്ത 15 മിനിറ്റ് എന്താണ് മഹബത്ത്.
മഹബത്തിന് ഡെഫിനിഷനുകൾ ഇല്ല. മഹബത്ത് അവനവൻ ഖൽബിൽ അനുഭവിക്കേണ്ട ഒരു രസമാണ്, ടേസ്റ്റാണ്, അനുഭൂതിയാണ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്തുൽ ബാരിയിൽ അങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഇന്നതാണ് മഹബത്ത് എന്ന് ചിലപ്പോൾ പറയാനൊന്നും കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല. ആ മഹബത്താണ്. മദീനയിൽ നിങ്ങൾ കുറെ കാലം നിന്നാൽ ആക്രമിക്കപ്പെടും, കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കൂഫയിലേക്കോ ബസ്രയിലേക്കോ നാട് വിട്ടോളി എന്ന് കലാപ കലുഷിതമായ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുത്തുനബിയുടെ മദീനയിൽ നിന്ന് പോവില്ല, അത് മഹബത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പോകാത്തത് മഹബത്ത്, ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിൽക്കാത്തതും മഹബത്ത്. അപ്പൊ പിന്നെ എങ്ങനെ മഹബത്തിന്റെ ഡെഫിനിഷൻ പറയാ? എങ്ങനെ പറയാ? അത് അവനവൻ ഹൃദയത്തിൽ അനുഭവിക്കേണ്ട ഒരു അനുഭൂതിയാണ്, ഒരു ടേസ്റ്റാണ്, ഒരു സുഖം. എന്നാലും ചില മഹാന്മാര് പറയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. അബൂ അബ്ദില്ലാഹിൽ ഖുറശി തങ്ങളെ പോലുള്ളവർ, പിൽക്കാലത്ത് വന്ന മഹാന്മാരിൽ പലരും ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്താണ് മഹബത്ത് ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്താ പറയണത്? ഒന്ന്, മഹബത്ത് പലതരത്തിലും ഉണ്ടാവും, അതിനും ഡിഗ്രികൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരേ അളവിലല്ല മഹബത്ത് ഉണ്ടാവുക. ചിലർക്ക് ഒരിറ്റ്, ചിലർക്ക് ഒരു വറ്റ്, ചിലർക്ക് നന്നായിട്ടുണ്ടാവും, ചിലരുടെ ഖൽബിൽ നിറയെ മഹബത്തായിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളവർ അസ്ഹാബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഹാബത്താണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് മഹബത്ത് കൊടുത്തത് സ്വഹാബത്തിനാണ്. അപ്പൊ എന്തായിരിക്കും മഹബത്ത് എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക? ചില മഹാന്മാര് പറഞ്ഞു, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര മഹബത്ത് വെച്ചാലും റസൂൽ ഇങ്ങോട്ട് നമ്മളോട് ചെയ്ത സ്നേഹത്തിനും കരുണക്കും പകരാവൂല. അതാദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ വിഷയം പഠിക്കാൻ തുടങ്ങാൻ. 2 വട്ടം 30 ദിവസത്തിന്റെ ഇടയിൽ ഞാൻ ചീരണി കൊടുത്തു, എല്ലാവരും ഒരു വട്ടേ കൊടുത്തിട്ടുള്ളൂ എന്ന് ഒരാൾക്ക് തോന്നുകയാണ്. അപ്പൊ ഞാനാണ് അത്യാവശ്യം ഈ മഹലിൽ ഏറ്റവും കൂടുതൽ മഹബത്തുള്ള ആൾ എന്ന് തോന്നാതിരിക്കണമെങ്കിൽ ഈ പഠനം റബീഉൽ അവ്വൽ 1-ാം രാവിലെ പഠിക്കണം. ഞാൻ 5 ആടിനെ അറുത്തിട്ടാണ് ഈ പ്രാവശ്യം മൗലിദ് കഴിച്ചത് എന്നൊരാൾക്ക് വലിപ്പത്തിൽ തോന്നാതിരിക്കണമെങ്കിൽ ഈ ഇൽമു നമ്മൾ അറിയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 60 സ്വഹാബിമാർക്ക് 100 വീതം ഒട്ടകം കൊടുത്തിട്ടുണ്ട്. എത്ര? 500 രൂപ ചുരുട്ടി കൊടുത്തതല്ല പറയുന്നത്. 100 വീതം ഒട്ടകം നബി തങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ സ്വഹാബിമാരുടെ എണ്ണം 60. മുൻതഹസ്സുലുണ്ട് അവരുടെ നീണ്ട ലിസ്റ്റ്, വസായിലുൽ ഉസൂലിന്റെ ശർഹില്. അപ്പൊ ഈ തങ്ങളുടെ അടുത്ത് നിന്നാണ് നമ്മൾ പറയണത് ഞാൻ 5 ആട് ആടിനാ അർത്ഥന്. അപ്പൊ നമുക്ക് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, നമ്മൾ കുറെ സഞ്ചരിക്കാനുണ്ട്. അതിന് ആദ്യം വേണ്ടത് പഠനം. നമ്മുടെ തല മുതൽ കാല് വരെ, നമ്മുടെ തല മുതൽ കാല് വരെ ഓരോ രോമം മുളക്കുന്നിടത്തും തല മുതൽ കാല് വരെ മഹബത്തിന്റെ രോമം മുളച്ചെന്ന് വിചാരിക്കാം. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന രോമങ്ങൾ ഫുൾ സ്ഥലത്തും മഹബത്തിന്റെ രോമങ്ങൾ. എന്നാലും തങ്ങൾ ഇങ്ങോട്ട് ചെയ്ത സ്നേഹത്തിന് പകരത്തിന്റെ ഒരു അംശം വരാവില്ല. അത് അതാണ് അയിമ്മത്ത് കിതാബിൽ പറഞ്ഞത്. ഒരാളുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ കദർ,
ഉള്ളിലേക്ക് വലിക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായ ശ്വാസോച്ഛ്വാസത്തിന്റെ കതറ് ഫുൾ ടൈം അയാൾ സ്വലാത്തില്ലേ. എന്നാലും റസൂൽ ഇങ്ങോട്ട് ചെയ്തതിന്റെ പകരം ആവില്ല മോനെ. കാരണം നമ്മൾ എത്രമാത്രം തങ്ങൾ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, എന്തെല്ലാം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പം വിരിപ്പ് കൊടയണേ, പുതപ്പ് ശരിക്ക് കൊടയണേ, ഉറങ്ങാൻ നേരത്ത് അടുപ്പിലെ തീയൊക്കെ കെടുത്തിയിട്ട് തന്നെ ഉറങ്ങണേ, വാതിലടക്കണേ, പാത്രം കമഴ്ത്തി വെക്കണേ, മൂടി വെക്കണേ, വല്ല ഇഴജന്തുക്കളും വീഴാതിരിക്കാനാണ്. പിന്നെ എലി പോലുള്ള ജീവികൾ ആ തീയിലുള്ള ചെറിയ അംശം അടുപ്പിലെ തീയെടുത്ത് നിങ്ങളെ വീട് തീപിടിച്ചാൽ എൻ്റെ ഉമ്മത്ത് വിഷമിക്കുന്ന എനിക്ക് താങ്ങൂലേ, വിരിപ്പ് കുടയണേ ഉറങ്ങുമ്പോൾ, വല്ല വെള്ള ഇഴജന്തുക്കളുണ്ട്. ഇങ്ങനെയല്ല ആരാ പറഞ്ഞെടുത്ത് നമുക്ക്. 50 വക്ത് നിസ്കാരം കിട്ടിയ സമയത്ത് 9 പ്രാവശ്യമല്ലേ അള്ളാഹിൻ്റെ അടുത്തേക്ക് മടങ്ങി 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 പോയത്. തങ്ങൾക്ക് 50 വക്ത് നിസ്കരിക്കാൻ കഴിയേറ്റ. റസൂലുള്ളാഹിന്റെ 2 റക്അത്ത് തഹജ്ജുദ് തന്നെ, ഒന്നാമത്തെ റക്അത്തിൽ ബഖറ, ആല ഇംറാൻ, നിസാ, രണ്ടാമത്തെ റക്അത്തിൽ സമാനമായ സൂറത്തുകൾ. 5-6 മണിക്കൂർ നീണ്ട തഹജ്ജുദ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത്. ആ റസൂലുള്ളാഹിക്ക് ഇപ്പൊ 50 വക്തെല്ലാം വലിയ സംഭവമാണ്. പക്ഷെ നമുക്കത് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നെയും 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 അള്ള കാര്യമായിട്ട് കൊടുത്ത സമ്മാനം കഴിയൂല, എൻ്റെ ഉമ്മത്തിനാവില്ല. 35 പിന്നെയും പോയി 30, പിന്നെയും പോയി 25, പിന്നെയും പോയി 20. ആവില്ലപ്പ. കണ്ട, ഈ തങ്ങൾ നമ്മളെ എത്ര സ്നേഹിച്ചാലാ പകരാവുക? എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം രാത്രി എൻ്റെ കൂടെ ഉറങ്ങിയ തങ്ങളെ പാതിരാത്രി ആകുമ്പോൾ കാണുന്നില്ല. നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീലുണ്ട്, അവിടുന്ന് നിസ്കരിക്കുക. എന്താണ് കാര്യമായിട്ട് നിസ്കാരത്തിൽ ഓതുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ബേക്കിൽ പോയി. അപ്പോൾ ഫാത്തിഹ ഒക്കെ ഓതി ദീർഘനേരം എൻ്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ എന്ന് ദുആർക്കുക. റുക്കൂയിലും അങ്ങനെ തന്നെ ദുആ, സുജൂദിലും അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ടും. നിസ്കാരം കഴിഞ്ഞ് ഞാൻ തന്നെ ചോദിച്ചു തങ്ങളോട്, അല്ല നബിയെ, ഉമ്മത്തിനെ കിട്ടുമ്പോഴൊക്കെ എല്ലാം മറന്നുപോയോ? ഖുർആനോത്തൊക്കെ കുറഞ്ഞോ? എന്താ കാരണം? അപ്പോൾ ആയിഷ ബീവിനോട് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്ന എൻ്റെ ഉമ്മത്തിനാണ്. ഖബറിലെത്തിയാലും എൻ്റെ ഉമ്മത്തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ മഹ്ശറിലും എൻ്റെ ഉമ്മത്തന്നെ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ദ്വാരുന്ന ആരെങ്കിലും ഉണ്ടാവോ ലോകത്ത്? ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതിനേക്കാൾ ലോകത്താർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നേതാവിന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഏത് ഉപ്പയായാലും ഉമ്മയായാലും അവനവൻ സ്വർഗത്തിലെത്തിയിട്ടല്ലേ ബാക്കിയുള്ള ആളെ കാര്യം നോക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു വരും, സിദ്ദീഖ് റളിയല്ലാഹു അവിടെ ഏൽപ്പിച്ചിട്ട്. എന്നിട്ട് പറയും, ഞാൻ ഈ സ്വർഗത്തിൽ സുഖിച്ചാൽ എന്നെ നോക്കി അന്വേഷിച്ച് വരുന്ന പാവപ്പെട്ട ഉമ്മത്തിനെ മലക്കിളങ്ങാനും വിചാരണ ചെയ്ത് നരകത്തിലെത്തിയാലോ, എനിക്കത് താങ്ങൂല എന്ന് പറഞ്ഞിട്ടാ സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. ഈ നേതാവിനെ നമ്മൾ എത്ര സ്നേഹിക്കേണ്ടത്. ഈ നേതാവിനെ സ്നേഹിക്കണം എന്ന് പറയാൻ ഇനി കുറെ ഖുർആനായത്തും ഹദീസൊക്കെ വേണോ? തെളിവൊക്കെ വേണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എല്ലാ നബിമാർക്കും ഓരോ ദുആ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. എല്ലാ നബിമാരുടെ ദുആന് ഇജാബത്ത് ഉണ്ടെങ്കിലും ഈ പറയുന്ന സ്പെഷ്യൽ ദുആ ഇരുന്ന ഉടൻ ഉത്തരം കിട്ടും. അങ്ങനത്തെ ഒരു ഓഫർ എല്ലാ നബിമാർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാരും അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ദുആ എന്ന ചാൻസ് ഓഫർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദുആ ഞാൻ വെച്ചിട്ടില്ല, ഇപ്പോൾ ഇവിടെ തന്നെ ദ്വാരുന്നിട്ടില്ല. എന്തേ? അത് ഞാൻ ആഖിറത്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. എൻ്റെ ഉമ്മത്തിനാണെന്ന് നല്ല ഉപകാരപ്പെടും, അത് എൻ്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ ഉമ്മത്തിനെ കഴിച്ചിലാക്കാൻ പറഞ്ഞാൽ എന്നാണ് തങ്ങൾ പറയുന്നത്. ഇവിടുന്ന് എന്തെല്ലാം കഷ്ടപ്പെടുന്ന തങ്ങൾ. 29-ലധികം തവണ വധശ്രമം നടന്നിട്ടില്ലേ തങ്ങൾക്കെതിരെ? ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന ദുഷ്ടൻ മുണ്ടിങ്ങനെ കുരുക്കിയിട്ട് തങ്ങളെ വേക്കി പോയിട്ട് കഴുത്തിന് മുണ്ടിട്ടിട്ട് മുറുക്കി കൊല്ലാൻ നോക്കിയിട്ടില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു പിടിച്ചിട്ടല്ലേ പറഞ്ഞത്, ആ തഖ്തുലൂന റജുലൻ യഖൂലു റബ്ബി അല്ലാഹ്, അല്ല റബ്ബാന്ന് പറഞ്ഞതിനാണോ ഈ കൊല്ലാക്കൊല നടത്തുന്നത്? നിങ്ങൾ എത്രയാ ആക്രമിക്കുന്നത്? ഉഹദിൽ പല്ല് പൊട്ടിച്ചിട്ടില്ലേ? ബ്ലഡ് ഒലിച്ചിട്ടില്ലേ? ത്വായിഫിൽ നിന്ന് വിളിച്ച തെറിനേക്കാൾ വലിയ തെറി ലോകത്തുണ്ടോ? ഒരാളെ കള്ളുകുടിയെന്നും വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പെസിഫിക് തെറ്റിൻ്റെ മേലുള്ള ആക്ഷേപം മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഒരാളെ ഭ്രാന്തെന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അയാൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് പിരാന്താന്നല്ല അതിൻ്റെ അർത്ഥം.
ലോകത്ത് അള്ളാഹു ബുദ്ധിയെ 100 പാർട്ടാക്കിയിട്ട് 99 പാർട്ടും കൊടുത്തത് റസൂലുള്ളാഹിന്റെ തലച്ചോറിലാണ്. ആ ഏറ്റവും ബുദ്ധിമാനായ നേതാവാണ് കേൾക്കേണ്ടി വന്നത് ഭ്രാന്തൻ. ചെറിയ പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ചിട്ടില്ലേ ത്വായിഫെന്ന്? എറിഞ്ഞ് കല്ലിന് കാലിന് ബ്ലഡ് വന്നിട്ട് അൽമിനഹുൽ വക്കീൽ കാണാൻ തങ്ങൾ എണീറ്റിക്കുമ്പോൾ അവിടുത്തെ ചെരുപ്പ് മുഴുവൻ ബ്ലഡിൻ്റെ കളറായിരുന്നു അത്രേ. ഫുൾ ബ്ലഡിൻ്റെ കളറ്, രക്തൊഴുകിയിട്ട്. എന്നിട്ട് എണീപ്പിച്ച് നിർത്തുമ്പോൾ അവർ പറഞ്ഞ് ഇനി കുറച്ച് നടക്കാലേ. പിന്നെയും ഏറ് കിട്ടി. പിന്നെയും റൂഹുൽ ബയാനിലുണ്ടല്ലോ 2 സൊഫായിട്ട് നിർത്തിയിട്ട് ഭ്രാന്തെന്ന് അവർ വിളിച്ചുകൊണ്ടിരിക്കണത്. ആ സമയത്ത് നീ ദുആ ഉപയോഗിച്ചൂടായിരുന്നോ? തൻ്റെ ഇഷ്ടക്കാരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്. ഹംസ തങ്ങളെ കൊന്നിട്ടില്ലേ? ആ സമയത്ത് ദ്വാരന്നൂടായിരുന്നോ? ഇല്ല, ഒന്നും ദ്വാരന്നിട്ടില്ല. എന്തേ? എൻ്റെ ദുആ ഞാൻ ആഖിറത്തിലേക്ക് മാറ്റി വെക്കാണ്. എൻ്റെ ഉമ്മത്ത് എന്നെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാന്. ഈ നേതാവ് നമ്മളെ എങ്ങനെ സ്നേഹിക്കുക? ഒരു ചീരണി ഒരു ദിവസം മൗലിദിന് കൊടുത്ത് നമ്മൾ തമാമായോ? പോരാ. അതാണ് ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്, വല ഹദ്ദ വല നിഹായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്നേഹിക്കുന്നതിന് പരിധിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുജാഹിദുകാരനും നട്രാജിന്റെ 15 സെന്റിമീറ്ററിന്റെ അപ്പുറം സ്നേഹം പോയാൽ ശിർക്കാവും. അവർക്ക് സ്നേഹത്തിന് പരിധിയുണ്ട്. മുഅ്മിനീങ്ങൾക്ക് പരിധിയില്ല. എന്താണ് തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല്? എന്തപ്പോ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല്? ചില മഹാന്മാര് പറഞ്ഞ പ്രകാരമുള്ള ഡെഫിനിഷൻ പറഞ്ഞു നോക്കാം. ഒന്ന്, മഹാന്മാര് പറയണത്, ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വർദ്ധിച്ചാല് അയാളുടെ ഖൽബിന്റെ നിയന്ത്രണം അയാൾക്കുണ്ടാവില്ല, മഹബൂബായ തങ്ങൾക്കായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക. ഫുൾ കൺട്രോൾ റൗലൈനായിരിക്കും. കുറച്ചും കൂടി ഉറങ്ങിയാലോ 5 മണിക്കല്ലേ സുബി വാങ്ങുന്നതായിരിക്കും ഇയാൾ ചിന്തിക്കല്. അപ്പോഴും റൗലൈന്ന് ഒരു മെസ്സേജിന് ഒരു ആത്മീയ മെസ്സേജ്, തഹജ്ജുദിന് എണീറ്റൂടെ മോനെ, ആ ഒരു മെസ്സേജ് അയാൾക്ക് വരും. നമുക്കൊന്നും കാണൂല, ടെക്സ്റ്റ് ആണോ ട്വിറ്റർ ആണോ ഇൻസ്റ്റ ആണോ എന്ന് കാണൂല. പക്ഷെ അയാളെ മഹബത്തിന്റെ ഒരു ചാനലിലൂടെ അയാൾക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അയാളെ കൺട്രോൾ ചെയ്യുന്ന റൗദയായിരിക്കും. അതാണ് മഹബത്ത് മൂത്താലുള്ള അവസ്ഥ ഉണ്ടാവുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഭാര്യയെ ചുംബിച്ചു പോയി. ഭാര്യയെ ചുംബിക്കൽ തെറ്റല്ലല്ലോ, പക്ഷെ റമദാന്റെ പകൽ അത്ര നല്ലല്ല. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിക്ക് രാത്രി സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഉമർ അത് ചെയ്യരുതായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലെന്ത്, നമ്മൾ എത്ര ഹറാം ചെയ്താലെന്ത്, ആര് വരാന്? നമ്മളെ കണക്ഷൻ ആയിട്ടില്ല, നമുക്കിത് പാസ്സായിട്ടില്ല ലൈന്. ഇനിയും കുറെ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ആൻഡ് മൈൽസ് ടു ഗോ, നമുക്ക് കുറെ സഞ്ചരിക്കാനുണ്ട്. അതാണ് ഖസ്തല്ലാനി ഇമാം റഹിമഹുല്ലാഹ് മസാലിക്കുൽ ഹുനഫയിൽ പറഞ്ഞത്, സ്വലാത്ത് ചൊല്ലി 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 ഒരാൾ എവിടത്തേക്ക് എത്തും? അയാളെ റൗള കൺട്രോൾ ചെയ്യും. അപ്പൊ അയാളുടെ കയ്യിൽ കൗണ്ടർ, സ്റ്റിയറിംഗ് ഇങ്ങനെ, വണ്ടി റിഡ്സ് ഇങ്ങനെ, സ്വിഫ്റ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലുതോ ചെറുതോ ആയ വാഹനം ഇങ്ങനെ ഓടിക്കുമ്പോൾ മുമ്പിലൂടെ അന്യ പെണ്ണ് പോകുന്നു, ഹറാമ് പോകുന്നു, അയാളൊന്നും നോക്കൂല. അയാളെ മൊത്തം റൗള കൺട്രോളാ. അയാളൊന്നും കാണുമൊന്നും ചെയ്യില്ല, ഒന്നും കാണൂല. ഇതില്ലാത്തവൻ പറയും ടൗണിലെല്ലാം ഫുള്ള് പെണ്ണുങ്ങൻ തന്നെ കേട്ടോ. അപ്പൊ ഇയാൾ പറയും കാര്യമായിട്ട് ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഇവൻ പെണ്ണിനെ മാത്രം നോക്കി നടക്കുമ്പോൾ പെണ്ണിനെയല്ലേ കാണുള്ളൂ, ഇയാളെ ഒന്നും കാണുന്നില്ല. പെണ്ണുങ്ങളെ 40 ഇരട്ടി ആണുങ്ങളുണ്ടാവും, ഇവനയാൾ അതേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതാണ് സംഭവം. റൗള കൺട്രോൾ ചെയ്യുമ്പോൾ തെറ്റ് മുമ്പിലൂടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് വരെ മൂപ്പര അറിയുന്നില്ല. ആ ഒരു ലോകത്തേക്ക് എത്തിയാൽ അതിൻ്റെ ഒരു സുഖവും ആനന്ദവും ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ നമുക്ക് എത്തണ്ടേ? എത്ര കാല ഈ ഇൻസ്റ്റയും യൂട്യൂബും ഹറാമും തമാശയും കോമഡിയൊക്കെ ആയിട്ട് ജീവിക്കുക? ഇതെല്ലാം ഒന്ന് നിർത്തണ്ടേ? നമുക്ക് മരിക്കണ്ട എന്തായാലും. അല്ല, തമാശയും കോമഡിയും കുറച്ച് സിനിമയും ഹറാമിൽ ഉണ്ടായിപ്പോവും ചില ആളുടെ മനസ്സിൽ, ജീവിതത്തിൽ. ഇതൊക്കെ ഒന്ന് നിർത്തണ്ടേ?
നന്നാവണ്ടേ? അവരുടെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ചില മഹാന്മാർ പറയുന്ന ഡെഫിനിഷൻ അതല്ല, ഇതിനേക്കാൾ സ്ട്രോങ്. അതെന്താന്ന് പറയുന്നത്? അന്തഹബ കുല്ല ശൈഇൻ ലിമഹ്ബൂബിക് ഹത്താ ലാ യംലികു ശൈഅൻ. നിന്റെ എല്ലാം നിന്റെ മെഹബൂബിന് വേണ്ടി സമർപ്പിക്കുക. ലാസ്റ്റ് നോക്കുമ്പോൾ നിന്റെ അടുത്തൊന്നുമില്ല, നിനക്ക് വേണ്ടി നീ ഒന്നും ബാക്കി വെച്ചിട്ടെന്നില്ല. നിന്റെ മുഴുവൻ നിന്റെ നേതാവിനെ കൊടുക്കുക. അല്ല സുദ്ദീഖെ, സ്വതക്ക ചെയ്യാൻ പറഞ്ഞിട്ട് സ്വതക്ക ഇതല്ലോ അല്ലേ? വീട്ടിലെന്താ ബാക്കി വെച്ചത്? വീട്ടിൽ ഒന്നുമില്ല. വീട്ടിൽ ഒന്നുമില്ല. അപ്പൊ നാളെ അബൂബക്കറിനെ ജീവിക്കേണ്ട മോനെ. അതിന് അബൂബക്കറിന്റെ മനസ്സിൽ അബൂബക്കറങ്ങളില്ലല്ലോ, മുത്തുനബിയിലുള്ളൂ. മുത്തുനബി ജീവിക്കണ്ടേ എന്നേ അവരാലേക്കുള്ളൂ. കണ്ടോ? മെഹബൂബിന് വേണ്ടി മുഴുവൻ സമർപ്പിക്കുക. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മഹാന്മാര് പറഞ്ഞു, എടോ മഹബത്ത് തലി കയറിയവനെ നിനക്കുണ്ടാവേണ്ട ഒന്നാമത്തെ കാര്യം ദബഹുൻ നഫ്സ്. നീ നിന്നെ അറുത്ത് കളയാ, നിന്നെ നീ ഒഴിവാക്കുക, നിന്നെ നീ മെയിൻറ്റാക്കാതിരിക്കുക, നീ മുഴുവൻ തങ്ങളിലേക്ക് ലയിക്കുക. അതാണ് യഥാർത്ഥത്തിൽ സ്വഹാബത്തിനൊക്കെ സംഭവിച്ചത്. അവരുടെ മഹബത്ത് അങ്ങനെയായിരുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഖസീദത്തുൽ ബുർദ ഒന്നാമത്തെ ഫസ്ൽ എഴുതിയത്. മഹബത്ത് എന്താവണം? മഹബത്ത് വെക്കുന്ന ആരാവണം? അതാണ് രണ്ടാമത്തെ ഫസ്ല്. നീ മഹബത്ത് വെക്കുന്ന മെഹബൂബ് ആരാണ്? അതാണ് മൂന്നാമത്തെ ഫസ്ല്. പക്ഷെ നമ്മൾ ബുർദ പാടുന്നു, ബുർദ പഠിക്കുന്നില്ല. ആരാ ബുർദ പഠിക്കുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ പഠനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. തൊട്ടപ്പുറത്ത് പുതിയ ഉദ്ഘാടനം ചെയ്ത പള്ളിയുടെ നബിദിന റാലിയിൽ ഒട്ടകമാണെങ്കിൽ നമ്മളെ മഹല്ല് കമ്മിറ്റി എന്താ തീരുമാനിക്കുക? ഏറ്റവും ഇനി ഒട്ടകത്തിനേക്കാൾ ചെറുതൊന്നും വേണ്ട, ഒരു ജിറാഫെങ്കിലും വേണം, എന്നാലേ നബിദിന റാലി ഗംഭീരാവുള്ളൂ. അതിലേക്ക് നമ്മളെ കൗമ മാറിപ്പോയി. നിർമ്മാണാത്മകമായ ആശയങ്ങളിലേക്ക് നമ്മൾ വരുന്നില്ല. അതാണ് മോനെ, നിന്റെ മഹബത്ത് നീ തലീക്കേറിയാൽ, നിന്റെ മഹബത്ത് നിനക്ക് തലീക്കേറിയാൽ. ബുർദ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ബുർദ ഒരു അവതരണത്തിന്റെ ഒരു രീതി നോക്കിയേ. ബൂസൂരി ഇമാമിനെ പുറത്തേക്ക് എടുത്ത് എന്നിട്ട് വിചാരണ ചെയ്യാൻ വേണ്ടി കോടതി കയറ്റി. പുറത്തുള്ള ബൂസൂരി ഉള്ളിലുള്ള ബൂസൂരിനോട് ചോദിക്കുക, അമിൻ തദക്കുർ ജീറാനി ബിദി സലം മസജ്ത ദമഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി. എന്തോ പറ്റി? ഭയങ്കര കരച്ചിലാണല്ലോ. കരച്ചില് വന്ന് കൂടി ലാസ്റ്റ് കണ്ണീര് തീർന്നു പോകുമല്ലോ. അങ്ങനെ കണ്ണീര് വറ്റിയിട്ട് കണ്ണീര് തീർന്നിട്ട് ഇപ്പം കണ്ണീരിനോടൊപ്പം മസജ്ത ദമഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി, ബ്ലഡ് വരാൻ തുടങ്ങിയല്ലോ. എന്താ ഇങ്ങനെയൊക്കെ കരയണത്? അം ഹബ്ബത്തി റീഹു മിൻ തിൽഖാഇ കാളിമ. ആ മദീന ഭാഗത്തുനിന്ന് കാറ്റ് വീശുമ്പോഴാണല്ലോ കരച്ച് കൂടുതൽ. എന്താ പറ്റിയത്? സത്യം പറയും, എത്ര കാലം ഉണ്ടാതിരിക്കല്. ഫമാലി ഐനൈക്, എന്താടാ ബുസൂരി നിനക്ക് പറ്റിയത്? രണ്ട് കണ്ണുകളിൽ നിന്ന് തുരുതുരാ കണ്ണീർ. എന്താ കരയുന്നതെന്ന് ചോദിച്ചാൽ കണ്ണീര് കൂടുതലും. ഒന്ന് അടങ്ങൂ എന്ന് പറഞ്ഞാൽ നിനക്ക് ബേജാറ് കൂടുതലും. എന്താ പ്രശ്നം? എനിക്കൊരു ഡൗട്ട്, നിനക്ക് ആരോടോ പ്രേമുണ്ടോ എന്നുള്ളതാണ്. അല്ലാണ്ട് ശരീരം ഇങ്ങനെ യെല്ലോ കളറാവോ? തിന്നലില്ല, കുടിക്കലില്ലേ, ഉറങ്ങലില്ലേ? ഉറക്കു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. തിന്നലില്ലെങ്കിൽ മെലിനൊട്ടു. എന്തു പറ്റി ബുസൂരി? എത്ര കാലം നീ മിണ്ടാതിരിക്കല്ലേ? ഒന്ന് മിണ്ടൂ. ഇങ്ങനെ പ്രേമത്തിന്റെ കുറെ അടയാളങ്ങൾ ഉണ്ടായിട്ടും നീ മിണ്ടാതിരുന്നിട്ട് എനിക്കാരോടും പ്രേമൊന്നുമില്ല എന്ന് പറയാനൊന്നും നോക്കണ്ട. പറയൂ, മിണ്ടൂ. അങ്ങനെ തുരുതുരാ ചോദ്യങ്ങൾ ഈ കോടതിയിൽ കയറ്റിയ ബൂസൂരിയോട് പുറത്തുള്ള ബൂസൂരി തുരുതുര ചോദിച്ചപ്പോ ലാസ്റ്റ് മിണ്ടേണ്ടി വന്നു. ഉള്ളിലുള്ള ആള് പറഞ്ഞു, നഅം ഐ ഹാവ്, എനിക്കുണ്ട് പ്രേമം. സറാത്തൈഫുമൻ അഹ്വാഫ അറക്കനി, ഞാൻ പ്രേമിക്കുന്ന ആള് എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് അത് കിനാവായി ഒതുങ്ങിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഇപ്പൊ ഉറങ്ങലില്ല, നേരിട്ട് എന്നെ കാണാനുള്ള പരിപാടിയാ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവൂ, ഉറക്കു കഴിഞ്ഞാൽ തലവേന,
മറ്റേ മൈഗ്രെയിൻ്റെ പ്രശ്നം, കാലിൻ്റെ നീര്, നടുവേദന ആക്കെ ഉണ്ടാവില്ലേ? വൽഹുബ്ബു യഅ്തരിളു ലദ്ദാതി ബിൽ അലമി, പ്രേമം തലി കയറിയാൽ വേദന മെയിൻഡാക്കൂല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, മഹൽ തെന്നിൻ നുസ്ഹ ലാകിൻ ലസ്തു അസ്മഉഹു, തിന്നുമോനെ, ശരീരം നോക്കണ്ട മോനെ, കുടിക്കുമോനെ, ഉപദേശമൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫി സമമി, മുഹിബ്ബികൾ മഹബത്തിന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെവിയിൽ കുത്തിയോണ്ട് പുറത്തുനിന്ന് പറയുന്ന ഉപദേശമൊന്നും കേൾക്കൂല. SSFകാരൻ തൊപ്പിയിട്ടിട്ട് നടന്നാൽ കോളേജിൽ നിന്ന് കളിയാക്കും, കേൾക്കൂല. ഹിജാബ് ഇട്ട മോളെ ആദ്യം ട്രോളൽ ഫാമിലി എന്നാണ്, പക്ഷെ കേൾക്കൂല. ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫി സമമി, മഹബത്തിന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അവർ ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പുറത്തുള്ള കോലാഹലങ്ങളും യുക്തിവാദികളുടെയും മതയുക്തിവാദികളുടെയും ന്യൂ ലിബറലിന്റെയും കമന്റ് ഒന്നും ഇവർ കേൾക്കണില്ല. അതാണ് സംഭവം. ഭൂസുരിമാമിനെ സ്വയം മറന്നുപോയി. തീറ്റില്ല, കുടിയില്ല, ഒന്നുമില്ല. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ നിറമൊക്കെ മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാ ഗയ്യറ ലൗനുക്, എന്താ സൗബാൻ നിറമൊക്കെ മാറിയത്? അബിക്ക മർലുൻ, രോഗമുണ്ടോ? ഇല്ല. രോഗമില്ലാണ്ട് ഇങ്ങനെയൊന്നും ശരീരത്തിന്റെ കോലം മാറില്ലല്ലോ. എന്തു പറ്റി? ദനീഫ്. എന്ത് ദനീഫ്? പ്രേമരോഗം. എന്ത് പ്രേമരോഗം? ആരോട്? തിന്നലും കുടിക്കലൊന്നുമില്ലേ? ഉറക്കില്ലേ? അത് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തങ്ങളെ കാണാൻ മുട്ടും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തങ്ങളെ കാണാൻ പള്ളിയിൽ വരും, കണ്ടിട്ട് തിരിച്ചു പോകും. പിന്നെ എനിക്ക് വീട്ടിലൊരു അസ്വസ്ഥത, പിന്നെ ഞാൻ കാണാൻ വരും, അങ്ങനെ ഒന്ന് തിരിച്ചു പോകും. പിന്നെ ഇപ്പം അടുത്തായിട്ടൊരു തോന്നൽ എന്ന് പറയുന്നത്, തങ്ങൾ വഫാത്താവും, ഞാനും ഒരു ദിവസം മരിക്കും. തങ്ങളൊക്കെ വഫാത്തായിട്ട് സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്ത് ഹൈ ലെവലിലേക്ക് എത്തും. നമുക്കൊക്കെ സ്വർഗം കിട്ടിയാൽ തന്നെ സ്വർഗത്തിലൊരു പൊസിഷൻ കിട്ടും. അപ്പം തങ്ങളെ സ്വർഗത്തിൽ കാണാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര കരച്ചിലാണ്, പിടിച്ചിക്കങ്ങില്ല എന്ന്. നാളെ മറ്റന്നാളല്ല, അടുത്ത കൊല്ലത്ത് റബീഉൽ അവ്വലല്ല, 100-200 കൊല്ലം കഴിഞ്ഞിട്ടല്ല, സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്ത് ഖിയാമത്ത് നാൾ സംഭവിച്ച് പിന്നെ മഹ്ശറിൽ നടന്ന് പിന്നെ സ്വർഗം കിട്ടുമ്പോൾ അന്ന് സ്വർഗത്തിൽ തങ്ങൾക്ക് വലിയ സ്ഥാനം, നമ്മളൊക്കെ സ്വർഗത്തിൽ വേറൊരു മൂലക്ക് കൊട്ടാരത്തിൽ കിടക്കുമ്പോൾ മുത്തുനബിനെ കാണാത്ത സ്വർഗം എന്തിനെന്ന് വിചാരിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കരയല ആ സ്വഹാബിയുടെ പണി. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണമെങ്കിൽ പിരാന്ത് എന്നൊക്കെ പറയാനേ. പക്ഷെ മുഹിബ്ബീങ്ങൾ അങ്ങനെയാ. പിന്നെ ഈ സ്വർഗത്തിലെ ഫ്രൂട്ട്സ്, സ്വർഗത്തിലെ മുന്തിരിക്കുലകൾ, സ്വർഗം എന്നൊക്കെ പറയുന്നത് നമ്മളെ പോലത്തെ ടീമിനുള്ളതാണ്. നമ്മളങ്ങനെല്ലാം പറഞ്ഞാൽ ഈ അമലൊക്കെ ചെയ്യുള്ളൂ. ഔലിയാക്കളാകുന്ന മഹാന്മാര്, സ്വഹാബത്തൊക്കെ സ്വർഗത്തിലെത്തിയാൽ അവർക്ക് വേണ്ടത് തങ്ങളെടുത്തോ, എൻ്റെ ഹബീബായ തങ്ങളെടുത്തോ. അവർക്ക് ഹൂറുലിങ്ങളല്ല, അവർക്കെന്ത് ഫ്രൂട്ട്സ്. സിദ്ദീഖ് അങ്ങക്ക് ഫ്രൂട്ട്സാ വേണ്ടേ? കണ്ടോ, അവർക്കതാ വേണ്ടത്. അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഇടക്കിടക്കേ തങ്ങൾ എത്തി നോക്കും, എൻ്റെ പുരക്കേക്ക് തിരിച്ചു പോകും. പിന്നെയും നോക്കും. തങ്ങളെ ഒരു ദിവസം കാണാൻ വേണ്ടി വന്നു. എന്താ അബ്ദുള്ള നീ കളിക്കുന്നത്, എന്താ പറ്റിയത്? അപ്പോൾ പുരക്കിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. തങ്ങൾ വഫാത്തായിട്ട് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടുമ്പോൾ എനിക്ക് എല്ലാത്തിനേക്കാൾ തങ്ങളെ ഇഷ്ടം നബിയെ, എനിക്ക് തങ്ങളൊന്നിച്ച് സ്വർഗം കിട്ടുന്ന നബിയെ. കണ്ടോ, എനിക്ക് തങ്ങളല്ലാതെ ആരും വേണ്ട നബിയെ. കണ്ടോ, ആ സ്വഹാബി ഈന്തപ്പനത്തോട്ടത്തിൽ തൻ്റെ തോട്ടത്തിൽ വെള്ളം നനക്കുമ്പോഴാണ് ബാങ്ക് സ്വപ്നം കണ്ട സ്വഹാബിയാണ് ഈ സ്വഹാബി അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അവരുടെ മോന് വന്നിട്ട് പറഞ്ഞു, തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വഫാത്തായി. അന്നേരം തന്നെ ഈ സ്വഹാബി ദ്വാരക്കുന്ന എന്താ അറിയാം, അല്ലാഹുമ്മ അഅ്മി ബസരി, ഇനി എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ച വേണ്ട, മുത്തുനബി ഇല്ലാത്ത ദുനിയാവ് എനിക്കിനി കാണണ്ട, എനിക്ക് വേണ്ട, എനിക്കിനി കാഴ്ച ഒന്നും വേണ്ട. കാഴ്ച അള്ളാഹു എടുത്തു കളഞ്ഞു. പിന്നെ തപ്പിത്തടഞ്ഞിട്ടാണ് തങ്ങളെ ജനാസന്റെ അടുത്തേക്ക് പോകുന്നത്. ഓർമ്മ, ഈ പ്രേമത്തിന് എന്ത് വിളിക്കും? ഈ മുഹിബ്ബീങ്ങളുടെ മുന്നിൽ നമ്മൾ എന്തു പറയും? നമുക്ക് എന്ത് മഹബത്തുണ്ട് എന്നാ നമ്മൾ വാദിക്കാൻ ശ്രമിക്കുന്നത്? നിനക്കൊന്നും ബാക്കിയില്ലാത്തവണ്ണം നീ മുഴുവനും നിന്റെ ഇഷ്ടപ്പെട്ട ആക്ക് കൊടുക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ, അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ലോകത്ത് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടാ ശരിക്ക് എന്താ ആക്കേണ്ട? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിരിക്കണം. അൽഹംദുലില്ലാഹ്, എൻ്റെ സ്വത്ത് തങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടല്ലോ.
പിന്നെ തങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി എന്നുള്ള അബൂബക്കർ അജിക്ക പറയുന്ന മുതൽ ഉസ്താദിൻ്റെ മേലെ കയറി സംസാരിക്കുക വേണമെങ്കിൽ സിദ്ദീഖ് അങ്ങക്ക് ഇനി തകാഫിൽ നന്ന ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയാം. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു ഉരുകി തീർന്നിട്ട് എന്താ പറയുന്നറിയോ, ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട സ്വത്ത് എൻ്റെ അബൂബക്കറിന്റെ സ്വത്താന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ഒറ്റ കരച്ചിൽ. അപ്പോൾ അബൂബക്കർ അങ്ങോട്ട് തങ്ങൾ എന്തിനാ മോന് കരയണത്? മുത്തനബി എന്തിനാണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അബൂബക്കറിനെ തന്നെ ഫുള്ള് തങ്ങൾക്ക് തന്നല്ലേ, അപ്പൊ പിന്നെ അബൂബക്കറിന് പ്രത്യേകിച്ച് സ്വത്തില്ലല്ലോ. അത് വേണ്ട നബി, അബൂബക്കർ ഇല്ലല്ലോ. അബൂബക്കറിന് എങ്ങനെയാ, അബൂബക്കർ തന്നെ ഇല്ല, പിന്നെ അങ്ങനെ അബൂബക്കറിന് സ്വത്തുണ്ടാവുക? അത് വേണ്ട നബി, അബൂബക്കർ അങ്ങനെ ഒന്നും വേണ്ട നബി. എന്താണ് പറയുക കൂട്ടുകാരെ, നമ്മള് ഇന്നലെ രാത്രി സ്വർഗത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും സ്വർഗീയ കൊട്ടാരം കണ്ടപ്പോ എല്ലാവരുടെയും കൊട്ടാരം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. ഉമറെ, നിന്റെ കൊട്ടാരത്തിൽ ഞാൻ കയറിയിട്ടില്ല. എന്താ നബിയെ, എന്താ കയറാതിരുന്നേ? അത് പിന്നെ നിന്റെ ഒരു ഗൗരവ പ്രകൃതി ഓർമ്മ വന്നിട്ട് നിന്റെ പെർമിഷൻ ഇല്ലാണ്ട് കയറണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോഴേക്ക് ഉമർലാന് കരഞ്ഞിട്ട് നന്നെ പൂച്ചയായിട്ടുണ്ട്. എന്താ ഉമറ കരയുന്നത്? ഞാൻ ഇന്നേവരെ മുത്തുനബിയോട് ഒരു ശബ്ദം ഉയർത്തി സംസാരിച്ചിനാ, തങ്ങളോട് ഞാൻ ഗൗരവം കാണിക്കോ? എന്താ നബി, ഒരുക്കി തീർന്നുപോയി, അവര് തീർന്നുപോയി. അവർ അവരെ മറന്നുപോയി. അതാണ് ഹിജ്റ വേളയിൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് നബി തങ്ങളുടെ മുന്നിലൂടെ ഓടുന്നുണ്ട് കുറേ സമയം. ഇഹ്യാഉൽ കുറച്ചുകൂടി വിശദമായിട്ട് കാണാം. പിന്നെ കുറച്ച് ബാക്കോട്ടേക്ക് ഓടി, പിന്നെ വലത്തോട്ടോടി, പിന്നെ ഇടത്തോട്ടോടി. എന്താ അബൂബക്കർ ഈ കളിക്കണത്? എന്തുപറ്റി? അത് ഞാൻ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നല്, ശത്രുക്കൾ മുമ്പിൽ നിന്ന് വരുന്നുണ്ടോ, അപ്പോൾ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാണ്. പിന്നെ പെട്ടെന്ന് തോന്നും വേക്കുന്ന വരുന്നത്, അങ്ങോട്ട് വേഗോട്ട് പോയും. പിന്നെ പെട്ടെന്ന് തോന്നും വലത്തേ ഭാഗത്തുനിന്നാണ് അല്ലെങ്കിൽ അടുത്തേ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അബൂബക്കർ ഫസ്റ്റ് പോയാൽ അബൂബക്കറിനെ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യൂലേ? അല്ല, ഞാൻ ഉള്ള കാലത്ത് എൻ്റെ തങ്ങൾക്കൊന്നും പറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ സിദ്ദീഖ് തങ്ങളുടെ ബേജാറ് മൊത്തം ആയതുകൊണ്ട് പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു എങ്ങനെയാ മദീന യാത്ര നടത്തുന്നറിയോ? മുത്തുനബി സഞ്ചരിക്കുന്ന ആ സഞ്ചാരപഥത്തിൽ റൗണ്ട് ചുറ്റിയിട്ട് ഓടുകയാണ്. ഏതു ഭാഗത്തുനിന്നാ വരത്തുനിന്ന് പേടിച്ചിട്ട്. കണ്ടോ? അങ്ങനെ തങ്ങളുടെ ക്ഷീണം കണ്ടിട്ട് തങ്ങളെ ചുമന്ന് പർവ്വതം കയറി. ബുഖാരിയിൽ കാണാം, മക്കാനൊക്കെ യാ റസൂലുള്ളാഹ്, തങ്ങളൊന്ന് പുറത്തിരിക്കോ, ഗുഹന്റെ പുറത്തിരിക്കോ എന്ന് ചിരുത്തി. ഗുഹന്റെ ഉള്ളിൽ കയറി. എന്തിനാണ് തങ്ങളെ പുറത്തിരുത്തുന്നത്? വല്ല ഇഴജന്തുക്കളും ഗുഹയിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം എന്നാണ് പറയണത്. തങ്ങളെ കടിക്കണ്ടാന്ന്. അപ്പൊ അബൂബക്കറിനെ കടിക്കൂലേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ. അബൂബക്കർ പണ്ട് ഡിലീറ്റ് ആക്കിയല്ലോ. നമുക്കല്ലേ ഘോഷയാത്രക്ക് പോകുന്ന സമയത്ത് സെൽഫി, ഞാനില്ലാണ്ട് ഘോഷയാത്ര ഉണ്ടാകാൻ പറ്റില്ലല്ലോ. നമുക്കല്ലേ ബുർദ കിതാബിന്റെ ഇടയിൽ വീഡിയോ ഓണാക്കിയിട്ട് നെറ്റ് ഓണാക്കിയിട്ട് വീഡിയോ എടുക്കല്. അത് നമുക്കല്ലേ സൂക്കേട്. നമുക്കെന്താ അറിയല്? നമ്മൾ ചുമരിന് 4 നേലവും പറക്ക് കുത്തിയാൽ മഹബത്തായി എന്ന് വിചാരിക്കുന്ന കൗമല്ലേ? സഞ്ചരിക്കാനുണ്ട്, പഠിക്കണം, തിരിച്ചറിയണം. ഗുഹയിൽ കയറിയിട്ട് ഗുഹ മൊത്തം വൃത്തിയാക്കി. തങ്ങളോട് തങ്ങൾ വരീന്ന് പറഞ്ഞു. തങ്ങളെ കയറ്റി. തങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. കാല് നീട്ടിക്കൊടുത്തിട്ട് തങ്ങൾ മടിയിൽ തല വെച്ചിട്ട് കിടന്നുറങ്ങി. നല്ല ക്ഷീണമുണ്ട് തങ്ങൾക്ക്. സിദ്ദീഖ് അങ്ങക്കോ? സിദ്ദീഖില്ലല്ലോ, പിന്നെ എങ്ങനെ ക്ഷീണം ഉണ്ടാല്? പാമ്പ് ആഞ്ഞു കുത്തി. കാലാണ് വലിക്കേണ്ടത്, പക്ഷെ അത് വലിയൂല. കാരണം ലോകരാജാവ് കിടക്കുന്ന തലയാണ്, അങ്ങനെ വലിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കണ്ണിന്ന് വെള്ളം വീഴൽ, അത് സിദ്ദീഖ് അങ്ങക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല, ഫിസിക്സിലെ റിഫ്ലക്ഷനാണ്. അത് കണ്ണിന്ന് വെള്ളം അങ്ങനെ വരും. സിദ്ദീഖ് അങ്ങക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് കണ്ണിന്ന് വെള്ളം ഉറ്റി, തങ്ങളുടെ മുഖത്തുറ്റി. തങ്ങളെ ചോദ്യം, മാ ബിക്, എന്ത് പറ്റി അബൂബക്കർ? കരീനെന്തേ? 2 ഉത്തരം. ഒറിജിനൽ ഉത്തരം രണ്ടാമതാ പറയൽ. ഒന്നാമത്തെ ഉത്തരം ചോദ്യത്തിന്റെ ഉത്തരം, അത് പാമ്പ് കടിയേറ്റതാണ്. രണ്ടാമത്തെ ഉത്തരം എന്താ അറിയാം? ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, സോറി നബി, കണ്ണ് വെള്ളം ഉറ്റിപ്പോയതാണ്. എൻ്റെ ഉപ്പാനും ഉമ്മാനും വിറ്റിട്ടെങ്കിലും എന്നെ മുത്തതങ്ങൾ ഞാൻ സംരക്ഷിക്കും. കണ്ടു, 200 തവണ ഈ പദം പറയുന്നുണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. അങ്ങനെ ശിഫയാക്കി ഗുഹയിൽ പുറത്തിറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്,
അബൂബക്കറിന്റെ കയ്യിൽ നല്ലൊരു ജോഡി ഡ്രസ്സ് കണ്ടിനല്ലോ കഴിഞ്ഞ ദിവസത്തെ യാത്രകളിൽ, എവിടെ പോയി? അത് മൊത്തം കീറിയിട്ടാണല്ലോ. ദ്വാരങ്ങൾ കുറെ ഉണ്ടായിന് നബിയെ, എല്ലാം അടച്ചു. പിന്നെയും ദ്വാരം ബാക്കിയായപ്പോ എൻ്റെ ഡ്രസ്സ് തീർന്നു. അവിടെ കാല് നീട്ടി അമർത്തി വെച്ചിട്ടല്ലേ തങ്ങൾ ഞാൻ കടത്തിയത്. ഓ, ഡ്രസ്സ് കീറിയിട്ട് പോയോ? അപ്പൊ ഇനി അബൂബക്കറിന് തുടർന്നുള്ള യാത്രയിൽ ഡ്രസ്സ് വേണ്ടേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ ഡ്രസ്സ് ഇടാൻ, അബൂബക്കർ ഇല്ലല്ലോ. ഉടനെ സ്നേഹം കൊണ്ടൊരു ദുആ, അല്ലാഹുവേ എൻ്റെ അബൂബക്കറിന് അമ്പിയാക്കളുടെ കൂടെ സ്വർഗ സീറ്റ് കൊടുക്കണേ. അള്ളാഹിന്റെ മറുപടി ഒക്കെ കൊടുത്തു. ഓർക്ക് കൊടുത്തില്ലെങ്കിൽ ആർക്കിപ്പോ കൊടുക്കുക? യാത്ര തുടരുകയാണ്. ദാഹിച്ച് പരവശനായ സിദ്ദീഖങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് ആരോ കൊടുത്തു. തങ്ങൾക്ക് ദാഹം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പാല് തങ്ങൾ കൊടുത്തു. അര ഗ്ലാസ് കുടിച്ചിട്ട് തങ്ങൾ തിരിച്ചു കൊടുത്തു. കുടിക്ക് നബിയെന്നോ, കുടിപ്പിച്ചു. മുക്കാവാകും കുടിക്കൂ നബിയെന്നോ, കുടിപ്പിച്ചു. ഫുള്ള് നിർബന്ധിച്ച് കുടിപ്പിച്ചു. കാലി ഗ്ലാസ് നോക്കിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ ദാഹം മാറി നബിയെ, എൻ്റെ ദാഹം പോയി നബിയെ. എൻ്റെ എന്ന് പറയണത് അബൂബക്കർ ഇല്ല, എൻ്റെ എന്ന് പറയണത് എനിക്ക് എൻ്റെ തങ്ങളേ ഉള്ളൂ. എൻ്റെ തങ്ങളെ ദാഹം മാറിയാൽ എൻ്റെ ദാഹം മാറി. ഈ സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ എന്തു പറയും? നമ്മൾ എന്തു പറയും? എന്താണ് പറയുക? ഇതാണ് സ്വഹാബത്തിൻ്റെ സ്നേഹം. ഈ ഒരു ലോകം അപാരമായ ഒരു ലോകമാണ്, പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു ലോകം. ഇതിന് ചരിത്രത്തിൽ എത്ര ഉദാഹരണങ്ങൾ. ഉഹദ് യുദ്ധം, സിദ്ദീഖ് തങ്ങളെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നമ്മൾക്ക് വാക്കുകൾ ഇടർച്ച വന്നു. ഒരു ദിവസം രണ്ട് ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടം വരെ പോയി. തിരിച്ചു വരുമ്പോഴേക്ക് ബാങ്ക് കൊടുത്ത് ഇഖാമത്തിൻ്റെ സമയമൊക്കെ ആയി. ബിലാൽ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന്. ആ കൊടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നു. തങ്ങൾ വന്നത് അറിഞ്ഞിട്ട് സ്വഹാബത്തൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടി ഒന്നാം സഫിലേക്ക് തങ്ങൾ എത്തിച്ചു. അദ്ദുറുൽ മൻദൂദിൽ വളരെ വിശദമായി ഈ ചരിത്രം പറയുന്നുണ്ട്. തങ്ങൾ വന്നത് സിദ്ദീഖ് തങ്ങൾക്കും ബോധ്യമായപ്പോൾ സിദ്ദീഖ് തങ്ങൾ ബേക്കോട്ടേക്ക് മെല്ലെ വരാൻ തുടങ്ങി. അബൂബക്കർ നിസ്കാരല്ലേ? ഖിഫ് യാ അബൂബക്കർ, അബൂബക്കർ അവിടെ നിൽക്കുമോനെ, നിസ്കാരല്ലേ? സിദ്ദീഖ് തങ്ങൾ നിന്നില്ല, ബേക്കോട്ടന്നെ വന്നു. തങ്ങൾ മുന്നിൽ നിന്നു, നിസ്കാരം തുടർന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യം അബൂബക്കറിനോട്, ഞാനല്ലേ പറഞ്ഞ അവിടെ തന്നെ നിൽക്കാൻ, എന്താ അബൂബക്കർ നിൽക്കാതിരുന്നത്? ചോദ്യം സിദ്ദീഖ് തങ്ങളോട്. ഇനി മറുപടി പറയേണ്ട ആളെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പരിചയപ്പെടൽ നടത്താം. ആരാണ് സിദ്ദീഖ് തങ്ങൾ? ലോകത്ത് 360 നന്മ ഉണ്ട് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്നുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിനോട് ആഡ് ചെയ്തപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ താഴ്മയുള്ള ഒരു ചോദ്യമുണ്ട്, അഫിയ ഹസ്ലത്തുൻ വാഹിദ, ഈ അബൂബക്കർ അല്ല സ്വർഗത്തിലെത്തോ നബിയെ? ഏതെങ്കിലും ഒന്നുണ്ടാവും, കഴിച്ചലാവാനാണ്, കുറേയൊന്നും വേണ്ട, ഒറ്റൊന്ന്. ലോകത്ത് 360 നന്മ ഉണ്ട്, ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങളുടെ ചോദ്യം കണ്ട, അഫിയ ഹസ്ലത്തുൻ വാഹിദ, എനിക്കിത് ഏതെങ്കിലും ഒന്നുണ്ടോ നബിയെ? അപ്പൊ തങ്ങളുടെ മറുപടി, മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല, മോൻക്ക് 360 ഉണ്ട്. എന്താണ് അബൂബക്കർ ചോദിക്കുന്നത്? ആദ്യമായിട്ട് മഹ്ശറയിൽ വലത്തെ കയ്യിൽ കിതാബ് ഇട്ടല് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന്റെ ചോദ്യം, സിദ്ദീഖ് തങ്ങൾക്കല്ലേ കിട്ടേണ്ടത്? മറുപടി, തങ്ങളുടെ മറുപടി, അബൂബക്കറിന് കിതാബ് വാങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല, മലക്കൾ സിദ്ദീഖ് തങ്ങൾ കാല് മഹ്ശറിൽ കുത്തുമ്പോഴേക്കന്നെ എടുത്തു പൊക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. കിതാബ്. ആ സിദ്ദീഖ് തന്നെയാണ് മറുപടി പറയേണ്ടത്. ഞാനല്ലേ നിന്നോട് നിസ്കാരത്തിൽ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത്, എന്താ അബൂബക്കർ നിൽക്കാതിരുന്നത്? മറുപടി സിദ്ദീഖ് തങ്ങളുടെ ഉപ്പാന്റെ പേര് അബൂ ഖുഹാഫ എന്നാ. മറുപടി, അബൂബക്കറിന് അങ്ങനെ കുറെ 360 നന്മ, കിതാബ് വാങ്ങാണ്ട് സ്വർഗത്തില്, അമ്പിയാക്കൾക്ക് ശേഷം ആദ്യം സ്വർഗത്തിൽ പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ തങ്ങൾ അവിടെ നിൽക്കാൻ പറ്റും, നിൽക്കാതിരിക്കുന്നതിന്റെ കാരണം അബൂ ഖുഹാഫന്റെ മോന് മുത്തുനബീന്റെ മുന്നിൽ നിൽക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല നബിയെന്ന്. അതിന് മാത്രം അബൂബക്കറിന്റെ കാലിന് ശക്തിയില്ല. മുത്തുനബിന് മുമ്പിൽ നിൽക്കാനോ അതിന് മാത്രം അബൂബക്കർ ആയിട്ടില്ല നബി. എന്താ പറയാ?
തോറ്റു തൊപ്പിയിടലേ നമുക്ക് രക്ഷയുള്ളൂ. അതിന് മാത്രം അബൂബക്കർ ആയില്ലല്ലോ നബി. കണ്ടോ, ദബഹുൻ നഫ്സ് എന്ന് പറയില്ല, എല്ലാം മെഹബൂബിന് വേണ്ടി സമർപ്പിക്കുക. നബി ദിനത്തിന് സംഭാവന കൊടുത്തത് വായിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ തരൂല എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ അബൂബക്കറങ്ങളും എന്താ ബന്ധം? എന്താ ബന്ധം? നമുക്കെന്തപ്പോൾ ഉള്ളത്? ഇടയിൽ തുടങ്ങി വെച്ച ഉഹദിലത്തേക്ക് തന്നെ നമുക്ക് പോയേക്കാം. ഉഹദ് അതിതീക്ഷ്ണമായ പോരാട്ടം നടന്ന പടക്കളമാണ് ഉഹദ് എന്ന് പറയുന്നത്. ഉഹദില് സ്വഹാബത്ത് വളരെ പരീക്ഷണങ്ങൾ നേരിട്ട യുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അമ്പ് വരുമ്പോ തടയാൻ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ഒരു സ്വഹാബി ചെയ്തത് ആ ഇരുമ്പിന്റെ അമ്പ് സ്പീഡിൽ വരുന്നതിനെ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്തു. ആ സ്വഹാബിയുടെ 2 വിരല് അറ്റുപോയി. ആ സ്വഹാബിക്ക് കയ്യും വിരലും ശരീരമൊന്നും അല്ല പ്രധാനം, ഈ അമ്പ് തങ്ങൾക്ക് തറക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോഴാണ് അടുത്ത പോരാളി വരുന്നത്, ഖത്താദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. തിരികെ വെക്കാൻ അമ്പില്ല, അവനായിൽ അമ്പില്ല, തടയാൻ പരിചയമില്ല, ഒന്നുമില്ല. അപ്പോഴാണ് ഇരുമ്പിന്റെ അമ്പ് വരുന്നത്, തുറിച്ച് വരുന്നുണ്ട്. ഇനി വേറൊന്നും ചിന്തിക്കാനൊന്നും സമയമില്ല. ആ അമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ തങ്ങളെ ദേഹത്ത് തട്ടും എന്ന പേടിയിൽ ഖത്താദ റളിയല്ലാഹു അൻഹു വേഗം തന്നെ ഒന്ന് നിവർന്ന് നിന്നിട്ട് മുഖം കൊണ്ട് തടഞ്ഞു. ആ ഇരുമ്പിന്റെ അമ്പ് തുടച്ചു കയറി കണ്ണിലേക്ക്. ആ സ്പാർക്കിൽ ഖത്താദ തങ്ങൾ ആ ഇരുമ്പിന്റെ അമ്പ് വലിച്ചു ഊരുകയും ചെയ്തു. ഊരിയ സ്പോട്ടിൽ കണ്ണിങ്ങനെ അറ്റുപോയി പുറത്തേക്ക്. ഇവിടെ ദ്വാരം മാത്രം, പിന്നെ നരമ്പിൽ തൂങ്ങിയ കണ്ണുകളും. തങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോ തങ്ങളൊറ്റ കരച്ചില്, എന്താ മോനെ ഖത്താദ നീ ചെയ്തേക്കണം? അല്ല പിന്നെ മുത്തുനബിക്കെതിരെ വരുന്ന ഇരുമ്പിന്റെ അമ്പ് വരുമ്പോ ഞാനെങ്ങനെ അനങ്ങാണ്ടിക്കുക? എന്താ എൻ്റെ ഖത്താദ നീ ചെയ്തേക്കണം? റസൂൽ തുരുതുര കരയാൻ തുടങ്ങി. എന്താ മോനെ നീ ചെയ്തേക്കണത്? ഇപ്പൊ എന്താ വേണ്ടത്? ഇത് ഒട്ടിച്ചേർണം, അത്ര തന്നെ. പരിശുദ്ധ കരം, മുഅ്ജിസത്തിന്റെ കൈ. ആ കൈ കൊണ്ട് നടത്തിയ പോരാട്ടങ്ങളും ക്രയവിക്രയങ്ങളും അത്ഭുതങ്ങളായിരുന്നു. ഒരു ഈന്തപ്പന മരം തങ്ങൾ നട്ടു, കൈ എടുക്കുമ്പോഴേക്ക് ആ മരത്തിൽ മൊത്തം ഈത്തപ്പഴം പൂത്തുലന്നു. കഷണ്ടിക്കാരനായ ഒരു സ്വഹാബിയുടെ തലക്ക് തങ്ങൾ കൈവച്ചു, കൈ എടുക്കുമ്പോഴേക്ക് ഫുൾ സ്റ്റൈലൻ മുടി. ഭ്രാന്തുള്ള ഒരു കുട്ടിയുടെ നെഞ്ചിൽ തങ്ങൾ തടവി, വാത്തിലക്കത്ത് അരിബൻ മീൻ ദിബ്കത്തില്ലമ്മി, കൈ എടുക്കുമ്പോഴേക്ക് ഭ്രാന്ത് പോയി. ആ കൈ കൊണ്ടാണ് ഖത്താദ തങ്ങളുടെ കണ്ണ് ഇവിടെ ഒട്ടിച്ചു കൊടുത്ത് തടവുന്നത്. ഡബിൾ മുഅ്ജിസത്ത. അറ്റുപോയ കണ്ണ് ഒട്ടിച്ചു, നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കിട്ടി. ഇക്കണ്ണിന് ചെറിയ കുറവുണ്ടെങ്കിലും ഇക്കണ്ണ് പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ തങ്ങൾ, അതാണ് അവരുടെ അജണ്ട. അടുത്ത പോരാളി വരുന്നു, അബൂ ദുജാന റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്കെതിരെ അമ്പുകൾ വരുമ്പോൾ ഈ സ്വഹാബി ചെയ്ത പരിപാടി എന്താ അറിയോ? തങ്ങളുടെ നേരെ നിന്നു, തങ്ങളുടെ ഫേസ് ടു ഫേസ് ഇങ്ങനെ നിന്നു. ശത്രുക്കൾ വേയിക്കുന്നു, തങ്ങളെ അമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തങ്ങളെ. അതുകൊണ്ട് തങ്ങൾ ഇങ്ങനെ നോക്കല്ലേ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, പ്ലീസ് തങ്ങൾ നോക്കൽ നബി. ഇങ്ങനെ പറയുമ്പോൾ 19 ഇരുമ്പിന്റെ അമ്പുകൾ ഇവിടെ തറച്ചിട്ട് 19 ദ്വാരത്തുനിന്ന് ബ്ലഡ് പോകുന്നുണ്ട്. നോക്കല്ലേ നബി. കണ്ടോ എന്താ കാരണം? അപ്പോ തങ്ങൾക്കെതിരെ അമ്പ് അബൂദുജാനക്ക് തറക്കൂലേ? അതിന് അബൂദുജാൻ ഇല്ലല്ലോ. അബൂദുജാന തങ്ങളുടെ മനസ്സിൽ അബൂദുജാന തങ്ങൾ ഇല്ലല്ലോ. മഹബത്തിന്റെ ഒരു ശകലം പറയുമ്പോഴേക്ക് തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. അന്തഹബ കുല്ല ശൈഇൻ ലിമഹ്ബൂബിക ഹത്താ ലാ യബ്ഖാ ലിനഫ്സിക ശൈഉൻ. നിന്റെ എല്ലാം നീ കൊടുക്കൂ മോനെ, നിന്റെ എല്ലാം നീ കൊടുക്കൂ. അതാണ് പാതിരാക്ക് ഒളിച്ചിരുന്നുകൊണ്ട് റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. റബീഅത്ത് എന്താ ഉറങ്ങണില്ലേ? പോട്. പിന്നെയും പാതിരാക്ക് ചുറ്റിപ്പറ്റി വന്നിട്ട് തങ്ങൾക്ക് മിസ്വാക്ക്, മുസല്ല, ഒന്നോട്ട് കണ്ട വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു. ഈ തണുപ്പുള്ള രാത്രി ഖിദ്മത്ത് എടുത്ത ആരാണ്? അപ്പൊ റബീഅത്ത് തങ്ങൾ, മോൻ നേരത്തെ പോയിട്ടില്ലേ? ഇല്ല, തങ്ങൾക്ക് തഹജ്ജുദിന്റെ വെള്ളം എടുത്താനാ വേണ്ടിച്ച്. ഓ സല്യ റബിയ, തങ്ങൾക്ക് സന്തോഷായി. സല്യ റബിയ, ചോദിച്ചോളീൻ. എന്തും ചോദിച്ചോളീൻ. മഫ്ഊലില്ല, എന്തും ചോദിച്ചോളി എന്നാ പറയണത്. എന്തും ചോദിച്ചോളി എന്ന് തങ്ങൾ പറയാനുള്ള കാരണം എന്താ?
എന്തും കൊടുക്കാനുള്ള അർഹത നേരത്തെ തന്നെ തങ്ങൾക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ഫത്തുഹുൽ ഇലാഹിലും ഫത്തുഹുൽ ഇലാഹിൻ്റെ ഇബാറത്ത് മിഷ്കാത്തിൻ്റെ ഷറഹ് മിർഖാത്തിലും ഇത് വിശദീകരിക്കുന്നുണ്ട്. എന്തും ചോദിച്ചോളി. ബുദ്ധിമാനായ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു ചിന്തിക്കാണ്, എന്താ ഇപ്പൊ ചോദിക്കുക, ഗോൾഡൻ ചാൻസ് കിട്ടിയേക്കണത്, സ്വർഗം അത് കുറേയാൾക്ക് കിട്ടും. സ്വഹാബത്ത് എല്ലാവരും സ്വർഗത്തിൽ തന്നെയല്ലേ, അസ്വഹാബത്ത് കുല്ലുഹും ഫിൽ ജന്ന. സ്വർഗത്തിൽ ഭാര്യ മർത്തും വല്ല കാര്യം എന്തായിരിക്കും ഇപ്പൊ ചോദിക്കുക, തങ്ങൾ ഒന്നിച്ച് സ്വർഗം. ചോദിച്ചാലോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, തങ്ങൾ ഒന്നിച്ച് സ്വർഗം. അതാ ചോദിച്ചത്, സ്വർഗമല്ല, തങ്ങൾ ഒന്നിച്ച് സ്വർഗം. തസ്ബുത്തു അലാ സുആലിക്, നിന്റെ ചോദ്യത്തിന്റെ മേൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ, അത് തരാ. വാവ് അത്ഫ് വഗൈറു ദാലിക്, വേറെന്തെങ്കിലും വേണോ? വേണ്ട. ബൽ ഹുവ ദാക, അത് മാത്രം മതി. സ്വർഗമല്ല, സ്വർഗത്തിൽ തങ്ങൾ ഒന്നിച്ച് സീറ്റ്. മുറാഫഖതക്, ഇടക്കിടക്ക് തങ്ങളൊന്ന് കണ്ടാൽ മതി. സിദ്ദീഖുല്ലാഹ് പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ട 3 കാര്യം, ഒന്ന് അന്നളറു ഇലൈക്ക്, തങ്ങളൊന്ന് നോക്കുക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ചില സ്വഹാബത്തൊക്കെ അങ്ങനെയാണ്, പുരക്ക് പോവും, പിന്നെ ഇടക്കിടക്ക് നോക്കും, പിന്നെ വീട്ടിൽ പോവും, പിന്നെ നോക്കും, പിന്നെ പുരക്കേക്ക് പോവും, പിന്നെ പള്ളിയിലേക്ക് വന്നിട്ട് നോക്കും, എത്തി നോക്കിയിട്ട് പോകും. പിന്നെ ഒരു ദിവസം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ ചോദിച്ച്, ഇന്ന് റസൂലുള്ളാഹിനെ കണ്ടു? ഇല്ലേ. ഇന്നലെയോ? ഇല്ലേ. മിനിഞ്ഞാന്ന് കണ്ടിട്ടില്ലേ? പോട് 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 പോട്, വീട്ടിൽ നിന്ന് ഇറങ്ങ് 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 ഇറങ്ങ്, തങ്ങളെ കണ്ടിട്ട് വന്നാൽ മതി. മഗ്‌രിബിന്റെ സമയത്ത് പള്ളിയിലെത്തി. ഇശാ വരെ തങ്ങൾ ഈ ബാത്തിലല്ലേ, ഇശാ നിസ്കാരം എല്ലാ ഔറാദും കഴിഞ്ഞിട്ട് നേരത്തെ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, ആരാണ്? ഹുദൈഫയാ. എന്തു പറ്റി മോനെ? വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്തു പറ്റി? തങ്ങളെ 2-3 ദിവസം കാണാത്തത്, പുരക്ക് കയറണ്ടെന്ന് ഉമ്മ പറയുന്നത്. ഓ, മോനിക്കും മോൻ്റെ ഉമ്മാക്കൊക്കെ അള്ളാഹു പുറത്ത് തരട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആവും കിട്ടി. മക്കളെ മഹബത്ത് പഠിപ്പിക്കും. നോക്കി, ആ ലോകം വേറെയാ. നമുക്ക് മദീനയെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്കട്ടെ, എന്തൊരു രസമാണെന്നറിയാം ലോകം. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് നിങ്ങളൊരു മൗലിദൊക്കെ ചൊല്ലിയൊക്കെ, സത്യം പറഞ്ഞാൽ മങ്കൂസ് മൗലിദൊന്നും ഓതി തീർക്കാൻ കഴിയൂല. ഒരുക്കി തീരും, ഇങ്ങനെ കരഞ്ഞ് തീരും. എന്തിനാ കാര്യം നമുക്കും തിരിയൂല, അടുത്തുള്ള ആൾക്കും തിരിയൂല. പക്ഷെ ഇങ്ങനെ കരച്ചിൽ വരും. കുറച്ച് വെള്ളം കൊണ്ടും കുറച്ച് ഭക്ഷണം കൊണ്ടും കുറേ ആൾക്ക് ഫുഡ് കൊടുത്ത തങ്ങളെ പറ്റിയിട്ട് മൊയ്ജിസത്തിൻ്റെ ഓരോ ബാബുകൾ ഇങ്ങനെ മങ്കൂസ് മൗലിദിൽ ചൊല്ലുമ്പോൾ തോൽപാത്രത്തിൽ ആകെ ഒരാൾക്ക് കുടിക്കാൻ പോലും ഇല്ലാത്ത വെള്ളം തങ്ങൾക്ക് ഷറഫാക്കപ്പെട്ട കെയ് വെച്ചു. കെയിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ വെള്ളം വരാൻ തുടങ്ങി. 1500 ആൾ കുടിച്ച് അവരുടെ പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് എന്നിട്ട് വെള്ളം അടുത്ത് തന്നെ ബാക്കി. ഇതെല്ലാം ഓർക്കുമ്പോൾ തന്നെ ഒരു തരം കരച്ചിൽ. ജാബർലാന്ന് പറയുന്നുണ്ട്, 1,00,000 ആളുണ്ടെങ്കിൽ അവർക്കും ഈ വെള്ളം മതിയാവുമായിരുന്നു. സംസമിനേക്കാളും ഹൗലുൽ കൗസറിനേക്കാളൊക്കെ ടോപ്പ് മഹത്വം ആ വെള്ളമാണ്. വഅഫ്ളലുൽ മിയാ ഇമാഉൻ ഖദ്നബ മിൻ ബൈനി അസ്ഹാബിൻ നബിയിൽ മുത്തബ. കണ്ട, എന്തൊരു അത്ഭുതം. മൂസാ നബി അലൈഹി സ്വലാമൊക്കെ പാറൻ്റെ ഇടയിലൂടെ ഒക്കെ വടിയടിച്ചിട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. പാറൻ്റെ ഇടയിലൂടെ വെള്ളം ഉറവ് പൊട്ടാറുണ്ട്. മൂസാ നബി ആ സ്പോട്ടിൽ അടിച്ച് ഉടനെ വന്നതും ഉദ്ദേശിച്ച 12 അരുവികളായതും അപാര മൊയ്ജിതത്താണ്. പക്ഷേ മാംസത്തിൻ്റെയും തൊലിയുടെയും മജ്ജിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വന്ന ചരിത്രമുണ്ടോ? അതല്ല തങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. കണ്ടോ എന്താണ്? നബി തങ്ങളുടെ ഓരോ അവയവത്തിനെ കുറിച്ചിട്ട് പറയുന്ന കിതാബുണ്ട് ഇബ്നു ദഹിയ റഹിമഹുള്ളയുടെ. എന്ത് മനോഹരാന്നറിയാം തങ്ങളെക്കുറിച്ച് വായിക്കാൻ. എവിടെ എത്തൂല ഈ വിഷയം, എവിടെയും പറഞ്ഞെത്തൂല. എവിടെ എത്താൻ? എവിടെന്ന് ഇപ്പം പറയേണ്ടത്? നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? ഇതെവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടത്? ഇതെന്താ ഇപ്പം പറയേണ്ടത്? ഇതെവിടെ എത്താനൊന്നും പോകുന്നില്ല. ഇതിങ്ങനെ കേൾക്കൽ തന്നെ. ഇതിന് ഫുൾ സ്റ്റോപ്പും സെമിക്കോളൊന്നുമില്ല. അങ്ങനെ സമയമാകുമ്പോൾ നിർത്തുക, കേൾക്കുക. 30 ദിവസം ഇങ്ങനെ മജ്‌ലിസ് സംഘടിപ്പിക്കുക. നമുക്കൊരു തരം മഹബത്തിൻ്റെ ഭ്രാന്ത് തലയിൽ കയറുക. യാശിക്കൂന തവല്ലഹു ഫീ ഹുബ്ബിഹി, നീ ഭ്രാന്തിൽ ഇങ്ങനെ നടക്കൽ തന്നെ. അതന്നെ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഡെയിലി 400 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട് അത്രേ. അവരോട് ഒരാൾ ചോദിച്ചു, സ്വർഗം കിട്ടാനാണോ ഈ നിസ്കാരം? അല്ല. നരകത്തുനിന്ന് കഴിച്ചലാവാനാണോ? അല്ല. പിന്നെ മുത്തുനബി ഒന്ന് റോളയിന് ചിരിക്കാനാണ്. ആ 3 സെക്കൻഡിന്റെ ചിരി കിട്ടാനാണ് മണിക്കൂറുകളോളം നിസ്കരിക്കണത്. കണ്ടോ? അതിലേക്ക് നമ്മൾ എത്തണം.
നമ്മുടെ എല്ലാം തങ്ങൾ തീരുമാനിക്കുന്ന ലോകത്തേക്ക് നമ്മൾ എത്തണം. അതാണ് ഖുർആൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒറിജിനൽ മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ശരീരത്തിനേക്കാൾ ടോപ്പായിരിക്കും തങ്ങൾ. കാരണം ഇനി പറയുന്ന കാര്യങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ച മോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തിരിയൂല. ഇത് ലെവല് മാറിയിട്ടുള്ളൊരു സംസാരമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒറിജിനൽ മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ശരീരത്തിനേക്കാൾ കടപ്പാട് തങ്ങളോടായിരിക്കും. ബിക്കോസ് നമ്മുടെ നഫ്സ് എപ്പോഴും തെറ്റ് ചെയ്യണം എന്ന് പറയുന്ന നഫ്സായിരിക്കും. ഉറങ്ങണം, സുഖിക്കണം, ബാക്കിയുണ്ടെങ്കിൽ സേമിയ പായസം 2 കിട്ടണം, കൂടുതലുണ്ടെങ്കിൽ ചോറ് ഞാൻ 2 കൊണ്ടുപോകാം, അങ്ങനെ ശമ്പളം കൂടുതൽ കിട്ടണം, ഇങ്ങനെ എപ്പോഴും രസം 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 എന്നുള്ളതാണ് നമ്മുടെ നഫ്സിൻ്റെ ഒരു പ്രത്യേകത. കുറച്ചുറങ്ങാലോ, കുറച്ചുറങ്ങിക്കൂടെ, നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങിക്കഴിഞ്ഞിട്ട് സംസ്കരിച്ചാൽ പോരെ, ഇങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ന്യായീകരണങ്ങളുണ്ടാവും എപ്പോഴും. ഒരാളിപ്പോൾ രാവിലെ അയാൾക്ക് ഒരു ക്ലാസ് ഉണ്ട്, പിന്നെ 10 മണിക്ക് വുമൻസ് കോളേജും ഉണ്ട്. തലവേദന ആയാലും രാവിലത്തെ ക്ലാസ്സേ ഒഴിവാക്കുള്ളൂ. എന്തുകൊണ്ട്? 10 മണിക്ക് വുമൻസ് കോളേജ് അല്ലേ, ഞാൻ ഒഴിവാക്കല്. ഇതാണ് രസം. ഇതിനാണ് ഹവൻ നഫ്സ് എന്ന് പറയല്. അബ്ദുൽ ഹവാ, അതാണ് സംഭവം. അയാൾ എപ്പോഴും രസങ്ങളുടെ പിന്നാലെ പോകുള്ളൂ. അയാൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അയാൾക്ക് ആശംസ കൊടുക്കണം, നോട്ടീസിൽ പേര് വരണം. ഇതാണ് അവരുടെ പ്രശ്നം ഉണ്ടാവുക. ഇയാളും കാൽക്കുലേറ്ററും ഏട്ടനും അനിയനും ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഇയാൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്കെന്താ ലാഭം കിട്ടലെന്ന് ചിന്തിക്കും. ഞാൻ ആ ഭൂമി കച്ചവടം ഞാനില്ല, കാരണം അത് വാങ്ങുന്നത് ഏട്ടനാണ്, ഏട്ടനോട് ഡയറക്റ്റ് ലാഭം എടുക്കുന്ന മൂപ്പരും കാൽക്കുലേറ്ററും, ഏട്ടൻ പുതിയാപ്പിളി അനിയൻ പുതിയാപ്പിളി ആയിരിക്കും. ഇവരെന്ത് കാര്യം ചെയ്യുമ്പോഴും മൂപ്പർക്ക് എന്താ ലാഭം കിട്ടലെന്ന് ചിന്തിക്കും. സമ്മേളനത്തിന് പോകുന്ന സ്ഥാപനത്തിൻ്റെ തക്കാഫിലും ഇവർ ഏറ്റെടുത്തിരുന്നു, പക്ഷെ ഈ വർഷം മുതൽ കൊടുക്കണില്ല. എന്തേ? ഈ പ്രാവശ്യം സമ്മേളനത്തിന് പോയാൽ കാർ പാസ് കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ പ്രമാണിമാര് ഒരു സ്ഥാപനത്തിന് എങ്ങനെ വിലയിരുത്തല്? അടുത്ത മുതലിങ്ങൾ ഏതാ പ്രഭാഷണം, എന്താ ഭാഷകളെ കൈകാര്യം ചെയ്യല്, അങ്ങനെയാ. ഫാത്തുൽ മൊയിനും തുഴഫൈ നിഹായും സക്കരിൽ അൻസ്വാരി തങ്ങളുടെ അസ്നൽ മത്താലിബും മുഗ്നിൽ മുഹ്താജും ബാജൂരിയും ബുജൈരിമയും ഏതാ കൈകാര്യം ചെയ്യല്? ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അവർ ഇംഗ്ലീഷിൽ മറുപടി, ഉറുദുവിൽ ചോദിച്ചാൽ ഉറുദുവിൽ മറുപടി. അങ്ങനെ ഇപ്പോഴത്തെ ആജിക്കമാർ സ്ഥാപനത്തിന് വിലയിരുത്തൽ അല്ല. പിന്നെ അടിപൊളി സ്ഥാപനം. എന്താ കാരണം? അവിടുന്ന് കുറേ കുട്ടികൾ നീറ്റ് എക്സാം എഴുതിയോണ്ടാ? നോ. PhD കിട്ടിയോണ്ടാ? അല്ല. MPhil ചെയ്തോണ്ടാ? അല്ല. പിന്നെന്താ? മൂപ്പര് അന്ന് സ്ഥാപനത്തിൽ പോയാലും അണ്ടിപ്പരിപ്പും കൽക്കണ്ടിയും തേങ്ങപ്പൂളും കിട്ടി. അതാ കാരണം. ഇപ്പൊ ഒരു സ്ഥാപനത്തിന് വിലയിരുത്തൽ മൂപ്പര് പോയാൽ റിസപ്ഷൻ എങ്ങനെയെന്നുള്ളതാണ്. ഇതാണ് മാനദണ്ഡം. പിന്നെ ആരെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലേ, കുറച്ചൊന്നും നമ്മൾ അറിയണം. സ്ഥാപനത്തിൽ സ്വീകരണ കേന്ദ്രവും റിസപ്ഷൻ സെന്ററൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളിൽ അത് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. നമ്മളെ നഫ്സിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു സുഖത്തിൻ്റെ പിന്നാലെ പോകുക എന്നുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുക എപ്പോഴും. അത് ചിലപ്പോൾ കിബറിന്റെ ഭാഷയിലും ഉണ്ടാവും. ചിരിച്ചും ഉണ്ടാവും ചില ആൾക്ക്. അത് ചിത്താരി ഉസ്താദിന്റെ ശിഷ്യനാ. അതെ അതെ. അബുദാബിയിലൊക്കെ ചിത്താരിയൊക്കെ വന്ന് എൻ്റെ റൂമിൽ തന്നെ താമസിക്കും. പൊന്മൊളിയും പേരോടൊക്കെ നമ്മൾ ചങ്ങായി മാറില്ലേ, കണ്ടോ? അതൊരു ധാർഷ്ട്യത്തിൻ്റെ ഭാഷയാണ്. 2 സംഭാവന കൊടുത്തതിൻ്റെ കിബറാണത്. ആരെയാ പറയുന്നത്? മല പോലുള്ള ആലിമീങ്ങളെ ഈ ജാഹിൽ പറയുന്ന വാക്കൊക്കെ മൂപ്പർക്ക് 2 ബിസിനസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ സുൽത്താനുൽ മുസ്താദും മറ്റൊക്കെ ഇവിടെ ഒരു ടൗണിൽ 10 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 10 ഏക്കറ 10 സെന്റ് കണ്ടാലും ഒരു പ്രമാണി കണ്ടാലും തമ്മിലെ വ്യത്യാസം എന്നാ? ഒരാജിക്ക മറ്റേ ആജിക്കാനോട് പറയല് അലുവ കഷ്ണം പോലത്തെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ, ബത്തൊക്കെ പോലത്തെ ഒരു സ്ഥലം എടുത്താലോ. സുൽത്താനുൽമ കണ്ടാൽ എന്താ വിചാരിക്കല്? ഈ സ്ഥലം ആരടുത്തെങ്കിലും ഒന്ന് വാങ്ങിച്ച്
അവിടെ കുറേ മോമിനിയങ്ങൾ വരുന്നതല്ലേ, അവർക്കൊരു പള്ളി കൊടുക്കണ്ടേ. അതാ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അവർ ആഖിറം ചിന്തിക്കും വേഗം. അപ്പോൾ നമ്മളെ നഫ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സുഖിയന്മാരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഫ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ നഫ്സ് എപ്പോഴും ഇബാദത്ത് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന നഫ്സായിരിക്കും. ഒരു നബിയും തെറ്റ് ചെയ്യൂല, പക്ഷെ എല്ലാ നബിമാർക്കും നഫ്സിനോട് ഒരു പേടി പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ പരലോകത്ത് നഫ്സി 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 എന്ന് പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും പറയൂല. അനലഹ, എനിക്ക് എൻ്റെ നഫ്സിനെ തന്നെ പേടിയില്ല, ശഫാഅത്ത് വേണ്ടവരൊക്കെ ഇങ്ങോട്ടേക്ക് പോകാന്ന് പറയും. കണ്ട, ആ റസൂലുള്ളാഹിനെ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെക്കാൾ നമ്മൾ തങ്ങളെ ഇഷ്ടപ്പെടണം. സത്യത്തിൽ ഈ ഹദീസ് കേൾക്കാൻ തുടങ്ങിയിട്ട്, അഥവാ ലാ യുഅ്മിനു അഹദുക്കും എന്ന ഹദീസ് കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി, ചെവി മുളച്ച പ്രഭാഷണം കേൾക്കാൻ തുടങ്ങിയ മുതൽ നമ്മൾ ഈ ഹദീസ് കേൾക്കുന്നുണ്ട്. നിന്റെ സ്വന്തം നഫ്സിനേക്കാൾ നിനക്ക് തങ്ങളെ ഇഷ്ടം വെക്കുന്നവരെ നിന്റെ ഈമാനാവില്ല. പക്ഷെ അത് ഓരോ കൊല്ലവും ഒരു ഉസ്താദ് ലാ യുഅ്മിനു അഹദുക്കും ഹത്ത, എന്ത് പഴയ മാറ്റർ തന്നെ പറയും, പുതിയൊന്നുമില്ല. ഞാൻ അന്നേ പറഞ്ഞു കമ്മിറ്റി മീറ്റിങ്ങിൽ മൂപ്പറ വിളിക്കണ്ട, മൂപ്പര് പറഞ്ഞെന്നെ പറയുന്നു, പുതിയ. അതാണ് നമ്മൾ. നമുക്കിങ്ങനെ കുറെ പുതിയത് ഇങ്ങനെ വന്നാലും ഒരു ഇംഗൃതം കിട്ടുള്ളൂ. അതല്ല. എന്നിട്ട് നമുക്ക് നമ്മളെക്കാൾ തങ്ങളെ ഇഷ്ടമുണ്ടോ ശരിക്ക്? അങ്ങനെ ആലോചിക്കേ, നമുക്ക് നമ്മളെക്കാൾ തങ്ങളെ ഇഷ്ടമുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നമുക്ക് നമ്മളെക്കാൾ തങ്ങളെ ഇഷ്ടം വേണം. സത്യത്തിൽ അത് പറയാൻ എളുപ്പമാണ്, ആ ലോകത്തേക്ക് എത്താൻ കുറച്ച് കടുപ്പാണത്. കബിഷ ബീവി റളിയല്ലാഹു അൻഹ ഉഹദ് യുദ്ധത്തിൽ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് കേട്ട് ബേജാറായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് പറയണത് നിങ്ങളെ വാപ്പ വഫാത്തായി. അന്നേരം എന്താ ചോദിച്ചെന്നറിയാം, മുത്തുനബിക്ക് എന്തെങ്കിലും ആയിനോ, നിങ്ങളെ സഹോദരനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ചോദിച്ചു കേട്ടിട്ട് തങ്ങൾക്ക് എന്തെങ്കിലും ആയിനാ, നിങ്ങളെ ഭർത്താവ് വഫാത്തായി, തങ്ങൾക്ക് എന്തായത്, നിങ്ങളെ മോനും വഫാത്തായിട്ടുണ്ട്, തങ്ങൾക്ക് എന്ത് കായം, തങ്ങളവിടെ ഉണ്ട് സുരക്ഷിതമായിട്ട്. എങ്കിലുമില്ല, പ്രശ്നമൊന്നുമില്ല. 4 നെടുന്തൂണുകൾ വഫാത്തായിട്ടാണ് പറയണത്, തങ്ങൾക്കൊന്നും ആയില്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉഹദ് യുദ്ധത്തില് കുടുംബത്തിൽപ്പെട്ട ആൾക്ക് പരിക്ക് പറ്റിയാൽ മരുന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ അവിടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഉഹദ് യുദ്ധം വളരെ പരീക്ഷണ ഘട്ടത്തിലേക്ക് എത്തിയത് കാണുന്നത്, തങ്ങളെ ഡയറക്റ്റ് ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നത് കാണുന്നത്. ഉമ്മു അമ്മാറ ബീവി ഇനിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങി. ആ സമയത്ത് ഇബ്നു ഖമ്ആ എന്ന് പറയുന്ന ദുഷ്ടൻ ഉമ്മു അമ്മാറ ബീവിയുടെ ഷോൾഡറിൽ ഒരൊറ്റ കുത്ത്, ഒരമ്പുണ്ട്. അത് ആഴ്ന്നിറങ്ങി പരിക്ക് പറ്റി മഹദി വീണുപോയി. ബ്ലഡ് ഒലിക്കുമ്പോൾ ഓറ മോനിങ്ങനെ വന്ന് പരിചരിക്കും, പറയണത് മോനെ ഉമ്മാനെ പരിചരിക്കണ്ട, നമുക്ക് ദീൻ തരാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന തങ്ങൾക്ക് നീ കാവല് നിൽക്കൂ മോനെ. ഈ ഉഹദ് ഉമ്മ അമ്മാറ ബീവിക്ക് സാക്ഷി നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയാനുണ്ടാവുക? അവരുടെ ഒക്കെ ഒരു ജീവിതത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവർക്ക് അവരെക്കാൾ ഇഷ്ടം മുത്തുനബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമുഖത്തിൽ പറഞ്ഞ 3-ാമത്തെ കാര്യം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മഹബത്ത് വെക്കുമ്പോൾ അയാളിൽ ഉണ്ടാവുന്ന കുറേ അടയാളങ്ങൾ കിതാബുകളിൽ കാണാം. 10-11 അടയാളങ്ങൾ കിതാബിലുണ്ട്. എല്ലാം പാടെ നമ്മൾ പറയല്ല, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 1, കസറത്തു ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ഒരാൾ നല്ലോണം ഇഷ്ടപ്പെടും, റസൂലുള്ളാഹിനെ പറഞ്ഞുകൊണ്ടിരിക്കും, നല്ല പറയും, തങ്ങളെ മൗലിദെല്ലും തങ്ങളെ പേരിൽ സ്വലാത്തെല്ലും
തങ്ങളെ മദ്ഹ് ഇങ്ങനെ പാടും പറയും. കാരണം മൻ അഹബ്ബ ഷൈഅൻ, ഒരാൾ ഒരു കാര്യത്തിന് ഇഷ്ടപ്പെട്ടാൽ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്, ഉറപ്പാണ്. ഒരാളോട്, ഒരു വ്യക്തിയോട്, ഒരു വസ്തുവിനോട് ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമാണ് അയാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടമാണെങ്കിൽ തങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. റബീഉൽ അവ്വലിന്റെ 30 ദിവസവും നമ്മളെ വീട്ടിൽ മൗലിദ് നടക്കണം ഇൻഷാ അല്ലാഹ്. ഒരു ഉഷാർ വരാം ഇൻഷാ അല്ലാഹ്. അത് ഒപ്പിക്കലാവരുത്, ഒരു ദിവസമെങ്കിലും ഗ്രാൻഡായിട്ട് നടത്താം. അത് നമുക്ക് കഴിയുന്ന പോലെ ചെയ്താൽ മതി. ഒരു ഉസ്താദിനെ വിളിച്ചിട്ടോ ഒരു പാവത്തിനെ വിളിച്ചിട്ടോ എന്തെങ്കിലും, അത് നിങ്ങൾക്ക് കഴിവുള്ള പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ റബീഉൽ അവ്വൽ അങ്ങനെ ഒരു തരംഗാക്കി മാറ്റണം. അത് മഹബത്തിന്റെ ഒരു അടയാളമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കസറത്തു സ്വലാത്തി അലൽ ഹബീബിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിക്കും അയാൾ. കാരണം അയാൾക്ക് തങ്ങൾ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ആളെ പറയാതിരിക്കാൻ കഴിയൂല, ഉറപ്പാ. ഒരൊറ്റ സ്വലാത്തില്ലാതെ തന്നെ അയാൾക്ക് 40-ലധികം നേട്ടങ്ങൾ അള്ളാഹു കൊടുക്കുന്ന അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, വെള്ളം തീയെ കെടുത്തുന്നതിനേക്കാൾ സ്പീഡിൽ ദോഷത്തെ കെടുത്തിക്കളയുന്ന അമലാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്തിനില്ലാത്ത നേട്ടങ്ങളുണ്ടോ? സ്വലാത്തിന്റെ നേട്ടങ്ങൾ എണ്ണി തീർക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മഹബത്തിന്റെ ലോകവും അതിൻ്റെ ലെവലൊക്കെ പറയുമ്പോൾ നമുക്കത് കഴിയൂല എന്ന് തോന്നുമ്പോഴും സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് സ്വലാത്തല്ലല്ലോ. അത് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് കള്ളത്തൊരീക്കത്തുകാർ പെരുകിയിരിക്കുന്ന കാലത്ത്, മുറബിയായ ഒരു ഷേഖിനെ കിട്ടാൻ പ്രയാസമായ കാലത്ത് നമുക്ക് സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതി എന്നാ. സ്വലാത്ത് നമ്മളെ ലെവലാക്കിക്കോളും. സ്വലാത്തിൽ നിന്നും പിഴക്കാതെ ജീവിക്കും. സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം. ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതമൊക്കെ കുറേ തെറ്റുകുറ്റങ്ങളിലായി, ഹറാമുകളിലായി, വേണ്ടാത്തരം ജീവിതമായി, ഞാനൊന്നും നന്നാവില്ല. ഉസ്താദെ എൻ്റെ ഒക്കെ രഹസ്യം അറിഞ്ഞിനെങ്കിൽ ഉസ്താദ് എന്നെ അടിച്ചിട്ട് ഒരിക്കലും എന്നെ ഏറ്റെടുക്കൂല, അത്രക്കും ഞാൻ തമ്മാടിയായി ജീവിച്ചു പോയിന്, എൻ്റെ ഹറാമ് പറയാൻ കഴിയൂല, അത്രയും വേണ്ടാത്ത ഞാൻ ചെയ്തു പോയിന്, എനിക്കൊന്നും നന്നാൻ കഴിയില്ല എന്ന് ഒരാൾ നിരാശയുടെ ലോകത്ത് പോകുന്നുണ്ടെങ്കിൽ മഹാന്മാർ അതിന് ഉത്തരം പറയുന്നുണ്ട്. മോനെ, നിന്റെ ഇന്നലകളിലെ ജീവിതത്തിനെ ശുദ്ധിയാക്കാനും വരാനിരിക്കുന്ന ജീവിതത്തിനെ നന്നാക്കാനുള്ള ഒരു വഴിയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. സ്വലാത്തിൻ്റെ ധർമ്മം മൾട്ടി ലെവലാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള ഹറാമ് പുറത്തേരുകയും ചെയ്യും, വരാനിരിക്കുന്ന കാലം വെളുപ്പിക്കുകയും ചെയ്യും. രണ്ടും കൂടി ചെയ്യും സ്വലാത്ത്. വർഷങ്ങളോടുള്ള ഹറാമുകൾ പൊറുക്കാൻ സ്വലാത്തുകൾ മതിയാവുന്ന എത്ര ആള് സ്വലാത്ത് ഏറ്റെടുത്തിട്ട് നന്നായിട്ടുണ്ട്. അതല്ലേ ദലായിലുൽ ഖൈറാത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞത്. എടാ, ഒറ്റ സ്വലാത്തല്ലല്ലോ ഉണ്ട്, നിനക്ക് 40-ലധികം നേട്ടങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണെന്നറിയാം, നിന്റെ ഹറാമ് പൊറുക്കും. രണ്ടെന്താണെന്നറിയാം, നിന്റെ ഖൽബ് ശുദ്ധിയാവും. മൂന്നെന്താണെന്നറിയാം, നിന്റെ മക്കള് സ്വാലിഹീങ്ങളാവും. നാലെന്താണെന്നറിയാം, നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. 5, നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. 6, നിനക്ക് സ്വർഗം കിട്ടും. 7, നരകമോചനം ലഭിക്കും. 8, മലക്കൾ ദുആ ചെയ്യും. 9, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. 10, നിനക്ക് നല്ല ആഫിയത്തുണ്ടാകും. ഇങ്ങനെ 40 നേട്ടങ്ങൾ ഒരൊറ്റ സ്വലാത്തിന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ നമ്മളോട് സ്നേഹത്തോടെ പറഞ്ഞത്, വലിയ വലിയ കിതാബ് എഴുതാനും അല്ലെങ്കിൽ വലിയ വലിയ ഖിദ്മത്ത് എടുക്കാനൊന്നും നമ്മളെപ്പോലത്തെ ദുർബലരായ സാധാരണക്കാർക്ക് കഴിയൂല.
നമുക്ക് ഏറ്റവും നല്ലത് സ്വലാത്താണ്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദ് ഡെയിലി 40,000 സ്വലാത്ത് ചെല്ലുന്ന മഹാനാ. 40,000 2 ദിവസം കൊണ്ട് 80,000, മൂന്നാമത്തെ ദിവസം 1,00,000. ഇവരൊക്കെ കോടിക്കണക്കിന് സ്വലാത്തിന്റെ പെരുമഴയായിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും വേണ്ടേ? കുറച്ചെങ്കിലും. ഷഅറാനി ഇമാമിന്റെ വേറൊരു ഉസ്താദ് എല്ലാ ദിവസവും 30,000 സ്വലാത്തെല്ലും. മറ്റൊരു ഉസ്താദ് ഡെയിലി 10,000 സ്വലാത്തെല്ലും. ഈ ഉസ്താദ്മാരൊക്കെ ഷഅറാനി ഇമാമിനോട് പറയും അത്രേ, മുത്തുനബിനെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടാ പോരാ മോനെ, ആവശ്യം വരുമ്പോൾ ഉണർവിൽ തന്നെ കാണാൻ ആഗ്രഹിച്ച് തങ്ങളെ ഡയറക്റ്റ് കാണണം, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തങ്ങളോട് ചോദിക്കണോന്ന്. എന്തപ്പാ അവരൊക്കെ ലോകം. മദ്ഹബിന്റെ ഇമാമിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? മദ്ഹബിന്റെ ഇമാമിങ്ങൾ അൽ മീസാനുൽ കുബ്രയിൽ ഷഅറാനി ഇമാം പറയുന്നുണ്ട്, ഓർക്ക് ആയത്തോ ഹദീസിലോ വല്ല സംശയം വന്നാല് ഇതിപ്പോ ആരോടെ ചോദിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സ്വപ്നത്തിലോ മറ്റോ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ തങ്ങൾ പറയും, ആ അബൂ ഹനീഫ പറഞ്ഞത് ശരിയാണ്, കറക്റ്റാണ്. എന്നിട്ടാന്ന് ഒരു കിതാബ് ഇതല്ലേ? ഇതല്ലേ ഏതാ ലോകം? ഇതല്ലേ ഏതാ ലോകം? നോക്കിക്കൾ, നോക്കൂ നിങ്ങൾ. നമുക്ക് സ്വലാത്താണ് പിടിവള്ളി. സ്വലാത്ത് ചൊല്ലുന്ന ആളെ തർബിയത്ത് ചെയ്യാൻ റൗള നേരിട്ട് കൺട്രോളാ. എടാ മോനെ, നീ ബൈക്കിൽ പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ നിന്റെ ചുണ്ടുകളിൽ സ്വലാത്തുണ്ടോ? ചുറ്റുവട്ടത്തോ ഒരു ഹറാമും നിനക്ക് രസമായിട്ട് തോന്നൂല. അഡിക്റ്റായി പോയി ഉസ്താദെ, അഡിക്ഷനിൽ പെട്ടുപോയി ഉസ്താദെ. ഏത് അഡിക്ഷനും രക്ഷപ്പെടാൻ സ്വലാത്ത് മതി. ഇരുട്ടുള്ള മുഴുവൻ സ്ഥലവും വെളിച്ചമാക്കുന്ന ഇബാദത്താണ് സ്വലാത്ത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വെളിച്ചം വേണ്ടത് അവൻ്റെ ഖൽബാണ്. അത് ഇരുട്ടായാൽ പോയി. അല വഹയൽ ഖൽബ്. ആ ഖൽബ് നന്നാവാൻ സ്വലാത്ത് മതി. അതാണ് ഖുർആൻ പറഞ്ഞത്, അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എടോ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ദിക്റുള്ളയായ നബിയെ പറഞ്ഞാൽ നിന്റെ ഖൽബ് ശുദ്ധിയാകും. അങ്ങനെ ഒരു വ്യാഖ്യാനം ഖാളിയാൽ തങ്ങളുടെ അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ കാണാം. പിന്നെ ഒരാളുടെ സഞ്ചാര വഴിയിൽ ഏറ്റവും കൂടുതൽ ഇരുട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം, അവിടെ വെളിച്ചായിട്ടില്ലെങ്കിൽ ആകെ ഇരുട്ടിൽ തപ്പും. അതേതാ? ഖബറാണ്. അവിടെയും സ്വലാത്ത് ജീവിതത്തിൽ ഉള്ള ആളാണെങ്കിൽ ആ ഖബർ വെളിച്ചായിരിക്കും. കാരണം ഏത് ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും മാ തഖൂലു ഫി ഹാദർ റജുൽ, ഇവരെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്ത് എന്ന ചോദ്യമാണ് മാനദണ്ഡം. ഇതിന് ഉത്തരം കിട്ടിയാൽ അയാൾ വിജയിക്കും. അന്നേരം ഇതാരാന്നോ, ഇതല്ലേ എന്റെ നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമുക്ക് പരിചയം വേണം. പിന്നെ ഉള്ള സഞ്ചാര വഴിയിൽ ഇരുട്ടുണ്ടാവാൻ സാധ്യതയുള്ളതും ഇരുട്ടായാൽ നേരെ നരകത്തിൽ വീഴുന്നതുമായ ഒരു സഞ്ചാര വഴിയാണ് സിറാത്ത് പാലം. അവിടെ ഇരുട്ടായതുകൊണ്ടാണ് ഏകദേശം 90% ജനങ്ങളും നരകത്തേക്ക് വീഴുക. കാരണം പാലം തന്നെ കാണൂല. അവരൊരുവിധം സുമാർ കാല് വെക്കുമ്പോഴാണ് ആദ്യ സ്റ്റെപ്പ് നരകത്തേക്ക് പോവുക. ഖുർത്തുബി ഇമാമിന്റെ തദ്കിറയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ മുന്നിൽ കയറിയ കോടിക്കണക്കിന് ആള് നരകത്തിൽ വീഴുന്ന ശബ്ദം നീ കേൾക്കുന്നുണ്ട്, നിന്റെ വേക്കിൽ കോടിക്കണക്കിന് ആൾ കയറാനുണ്ട്, നീ എന്ത് ധൈര്യത്തിലാ വലത്തേക്കാല് വെക്കുക? അത് ഞാൻ പള്ളി കയറുമ്പോൾ നിര്യാണിക്ക് മേലെ പാൻറ് കൊടുക്കല്ലേ, പിന്നെ ഓഫീസ് സ്കൂള് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിര്യാണിക്ക് പിന്നെ എന്താ മോനെ നീ പറയാ? എന്താ പറയാ? ആരെ കാണിക്കാനാ പള്ളിയിൽ കയറുമ്പോൾ നിര്യാണിക്ക് മേലെ ആക്കണത്? എടൊന്നാരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ജീവിക്കണത്? നമ്മൾ റസൂലുള്ളാഹിനെ ബോധ്യപ്പെടുത്തി ജീവിച്ചാൽ മതി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതി. ആ സിറാത്ത് പാലത്തിൽ വെളിച്ചായിട്ട് വരുന്ന ഒരു ഇബാദത്താണ് സ്വലാത്ത്. കിതാബുകളിൽ കാണാം, എന്നൊരു കിതാബുണ്ട് സ്വലാത്തിനെ കുറിച്ച്, സ്വാഹിബുൽ ഖാമൂസിന്. അതിൽ കാണാം, സ്വലാത്ത് ഇല്ലെന്ന ആളെങ്ങാനും സിറാത്ത് പാലത്ത് നിന്നൊന്ന് അടിതെറ്റി അയാളുടെ ജീവിതത്തിൽ അബദ്ധം കൊണ്ട് വീഴാറാവുമ്പോൾ ഉടനെ സ്വലാത്ത് വന്നിട്ട് പിടിക്കും, എന്നിട്ട് രക്ഷപ്പെടുത്തും. അത്രേ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പൊന്നാര മുഅ്മിനീങ്ങളെ, നമ്മൾ സ്വലാത്ത് ഏറ്റെടുക്കണം. ആരെയും കാണിക്കാനല്ല, ഉംറ സമ്മാനം കിട്ടാനുമല്ല, സ്റ്റാറ്റസിൽ എണ്ണ ഇടാനല്ല, നിബദിനത്തിന് ഓഫർ കിട്ടാനല്ല, എല്ലാം തങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന ഹൃദയ സ്നേഹത്തിന്. ഇൻസ്റ്റയിൽ വേണ്ട, സ്റ്റാറ്റസിലും വേണ്ട, നമ്മൾ ഹൃദയം റൗലയും തമ്മിൽ ടച്ചായിട്ടുള്ള ഒരു സ്വലാത്ത്. ആഖിറത്തിലെത്തിയിട്ട് നന്മ കുറവുള്ള ആള്, 45 നന്മ 55 തിന്മയും, അയാൾ പരാജയപ്പെടും. അയാളെ പരാജയപ്പെടുന്നത് ആദം നബി ദൂരത്തുനിന്ന് കാണുമ്പോൾ ആദം നബിക്ക് തന്നെ ടെൻഷനാവും. ഒരു 5ന്റെ കുറവല്ലേ ഉള്ളൂ. ആദം നബി മലക്കളോട് പറയും, അയാൾ ചെറിയൊരു കുറവല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ്. നോ 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 നോ. നന്മ കുറവാണെങ്കിൽ നരകത്തിൽ, തിന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ. തിന്മ കൂടുതലാണെങ്കിൽ നരകത്തിൽ, നന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ. വേറെ വർത്താനമില്ല. 45 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ ചങ്ങലിട്ടിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ മലക്കൾ കൊണ്ടുപോകുന്ന കണ്ടിട്ട് ആദം നബിക്ക് കരച്ചിൽ വരും. അർശിന്റെ ചുവട്ടിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് ആദം നബി ഓടിപ്പോയിട്ട് പറയും, തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളതാ റാസിയിലുണ്ട്, കസ്തല്ലാനിയിലുണ്ട്, ഒരുപാട് കിതാബുകളിലുണ്ട്. തങ്ങൾ ഇടപെടും. ഒന്നും കൂടി അളക്കോന്ന് ചോദിക്കും. നന്മയുടെ തിന്മയുടെ തട്ടിലിട്ടിട്ട് മലക്കൾ തട്ടിപ്പൊന്നും നടത്തൂലല്ലോ. അത് അള്ളാഹു ഓർഡർ ഇടും, തങ്ങൾ പറഞ്ഞതനുസരിച്ച് സ്വീകരിക്കുക. അങ്ങനെ നന്മ കുറവ്, തിന്മ അധികം. അയാളാകെ കരയും. തങ്ങൾ ഇടപെട്ടിട്ടും എനിക്കൊന്നും രക്ഷപ്പെടാനുള്ള വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ കരയുമ്പോഴാണ് തങ്ങളെ മടിത്തട്ടിയിൽ നിന്ന് ഒരു ബത്താക്ക മോഡൽ, ഒരു ചെറിയ സിംഹഷ്ണ മോഡലുള്ള ഒരു കാട് മോഡലിൽ ഒരു സാധനം എടുത്തിട്ട് നന്മൻ്റെ തട്ടിലിടും. അതോടുകൂടി നന്മക്ക് ഭാരമാകും. സന്തോഷം കൊണ്ട് കരയും. റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്താ നബി അവിടെ ഇട്ടത്? മോൻ ചൊല്ലിയ കുറേ സ്വലാത്തൊക്കെ ഞാൻ എടുത്തു വെച്ചിന്. ആവശ്യം വരുമെന്ന് അറിയാലോ, എടുത്തു വെക്കണമെങ്കിൽ നമുക്ക് സ്വലാത്ത് ഉണ്ടാവണ്ട ചങ്ങായിമാരെ. ഉപ്പാക്ക് ക്യാൻസറായപ്പോൾ, ഉമ്മാമക്ക് അസുഖമായപ്പോൾ 4444 നായരസ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലി. കുറച്ചൊക്കെ അസുഖം മാറി. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അസുഖം തിരിച്ചു വന്ന് ആ അസുഖത്തിൽ മരിച്ചു. ഉമ്മാമ സ്വലാത്ത് മരിക്കൂല, അടുത്തന്നെ ഉണ്ടാവും. ഉപ്പ മരിക്കുമായിരിക്കും, സ്വലാത്ത് അവിടെ തന്നെ ഉണ്ടാവും. അത് എടുത്തു വെക്കാൻ പറ്റുന്ന കുറച്ച് സ്വലാത്ത് ആരും അറിയാത്ത ഒരെണ്ണം നമുക്ക് ഉണ്ടാവണം. റബീഉൽ അവ്വൽ പറഞ്ഞ് കഴിയുമ്പോഴേക്ക് എത്ര ചൊല്ലിത്തീർക്കുമെന്ന് ഇവിടെ പോലും പറയാതെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റൗള മാത്രം അറിയുന്ന ഒരു കൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഷുഡ് ബി കംപ്ലീറ്റഡ്, ചൊല്ലിത്തീർക്കുക. ആരും അറിയരുതത്, ആരെയും കാണിക്കരുത്. എക്സിബിഷനിസം കൂടിയ കാലത്ത് നമുക്കതൊന്നും പാടില്ല. സ്വലാത്ത് എങ്ങനെ ചെല്ലിയാലും കൂലിയുണ്ട് എന്നാണ് വർത്താനം. ശരി, കിബറും റിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹറാമിൻ്റെ കുറ്റമുണ്ട്. കിതാബ് ഇബ്രീസിൽ വിശദീകരിക്കുന്നുണ്ട്. ആരെയും കാണിക്കാനല്ല ബുർദയും രീതിയെടുക്കലൊന്നും നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം. മഹബത്ത് ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അടയാളം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താം. ആൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഭയങ്കര പൂതിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഉംറക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കാണാൻ വേണ്ടി പോയി. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കാര്യം ഉസ്താദിനോട് പറയാനുണ്ട്. ഞാൻ ചെന്ന ഉസ്താദ് നോ പറയരുത്. ഞാൻ പറയൂ. ഞാൻ മദീനയിൽ പോയാൽ എന്താ കൂടുതൽ ചെയ്യേണ്ടത്? ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. ഒന്നുകൂടിയുണ്ട്, ഞാൻ അവിടെ എത്തിയാൽ ഒരു 2-3 കിതാബ് ഉസ്താദിൻ്റെ അടുത്ത് ഇല്ലാത്ത കിതാബ് വാങ്ങിത്തരണം എന്നുണ്ട്. നോ പറയല്ലേ പ്ലീസ്. ഉസ്താദിന് വാങ്ങിത്തരാൻ ഇഷ്ടംപോലെ ആളുണ്ട്, എന്നെപ്പോലത്തെ ഒരു ദുർബലനൊന്നും വേണ്ട. എന്നാലും ഉസ്താദ് നോ പറയില്ല പ്ലീസ്. ഞാൻ പറഞ്ഞു, ഓൻ്റെ സാമ്പത്തിക അവസ്ഥ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആവശ്യത്തിനനുസരിച്ച് കിതാബുകളൊക്കെ ലക്ഷക്കണക്കിന് രൂപ എൻ്റെ അത് വീട്ടിലുണ്ട്. ഇപ്പോഴും കിതാബിൽ പല സ്ഥലത്തും പെൻഡിങ്ങിലാണ്. ഈജിപ്തിൽ നിന്നൊക്കെ വാങ്ങിയത് ഇവിടെ എത്തിക്കാൻ ആളില്ലാതെ അവിടെ ഉണ്ടോ? മോന് വേണ്ട മോന്. പിന്നെ വേറെന്താ? മൂന്നാമത്തത്, ഞാൻ നേരെ ജിദ്ദയിലാണ് ഫ്ലൈറ്റ് ഇറങ്ങണത്. മക്കത്ത് പോയി ഉംറക്ക് പോയി റബീഉൽ അവ്വൽ 12-ന് മദീനത്ത്.
മദീനത്ത് ഞാൻ എത്തുമ്പോഴേക്ക് എനിക്ക് മുത്തനബിനെ കാണാൻ കഴിയണം ഉസ്താദേ. അതുവരെ ഉത്തരം പറയാൻ എനിക്ക് നല്ല ഫ്ലുവൻസി ഉണ്ടായിരുന്നു. പക്ഷെ ആ +2 കഴിഞ്ഞ ചോട്ട പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിപ്പോയി. ആ മോനോട് എന്തപ്പോൾ പറയാം? അവൻ കേടുന്ന ഇത്രയും മഹബത്ത് കിട്ടിയെന്ന് എനിക്കൊരു പേടി. ഇവൻ കേടുന്ന ഇത് കിട്ടിയേക്കണത്, ഇവനോട് ഇപ്പം എന്താ ഉത്തരം പറയല്? പിന്നെ അവന് കെഞ്ചി നോക്കിയിട്ട് പറയാം, ഞാനിപ്പോൾ എന്താ അവനോട് പറയേണ്ടത്? ഉസ്താദ് എന്താ വഴി, ഒന്ന് ദ്വാരക്കണേ, ഒക്കെ കാണണം ഉസ്താദേ. എന്തപ്പോ അവനോട് പറയാ? അൽ മജാലിസുൽ വഅളിയയിൽ കാണാം, ഒരാൾക്ക് തങ്ങളോട് ഇഷ്ടം കൂടിയാൽ അയാൾക്ക് തങ്ങൾ എങ്ങനെയെങ്കിലും കാണണമെന്ന് ഭയങ്കര ബോധ്യമായിരിക്കും. ഒരു പ്രസംഗത്തിൻ്റെ ശകലം കേൾക്കുമ്പോൾ പോരാ മക്കളെ, ഈ കുറേ നടന്മാരെയും നടിമാരെയും സ്പോർട്സ് താരങ്ങളെയും സെലിബ്രിറ്റികളെല്ലാം കണ്ടിട്ട് എന്താ വേണ്ടത്? ഏറ്റവും സൗന്ദര്യമുള്ള, സൂര്യൻ മുഖത്തിലൂടെ കറങ്ങുന്ന ലൈറ്റുള്ള, മുത്തുവിതറിയ പോലത്തെ പല്ലുള്ള, ലോകത്തെ ഏറ്റവും ബ്യൂട്ടിയായ, ഏറ്റവും വലിയ മുത്തഖിയായ തങ്ങൾ ഒറ്റ തവണയെങ്കിലും നമ്മളെ വളരെ പോക്കായ കണ്ണാണെങ്കിലും ആ കണ്ണുകൊണ്ട് കാണണ്ടേ നമുക്ക്? ഒറ്റൊരിക്കെങ്കിലും കാണണ്ടേ നമുക്ക്? നവവി ഇമാമിനോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യം, തെറ്റുകാരും തങ്ങളെ സ്വപ്നത്തിൽ കാണോ, സ്വാലിഹീങ്ങൾ മാത്രമേ കാണുള്ളൂ എന്ന് കണ്ടീഷൻ ഉണ്ടോ? ഇമാമിൻ്റെ ഫത്താവയിൽ കാണാം, അല്ല തെറ്റുകാർക്കും കാണാം. ആ ഫത്തുവിൻ്റെ വർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ. നീ അത് നമുക്ക് നിഷേധിക്കല്ല റഹ്മാന്. നിന്റെ മുത്തിനെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കൂല നമുക്കറിയാം. എന്നാലും നമ്മുടെ കണ്ണിനെയും കൽബിനെയും ഈ മജ്ലിസുൽ-അത്തറിൻ്റെ വർക്കത്തുകൊണ്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണാൻ മാത്രം നമ്മുടെ കണ്ണിനെ കൽബിനെ നീ പാകപ്പെടുത്തി തരണേ റഹ്മാന്. മഹാന്മാരിൽ എത്ര കണ്ടു, എത്രയാ അവര് കാണുന്നത്. മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാനിംതു ലൗമൻ ഇല്ലാ റഅയ്തു ഫീഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പം കണ്ണുകൂട്ടിയാലും എൻ്റെ സ്വപ്നത്തിൽ തങ്ങൾ വരാറുണ്ട്. മാലിക് ഇമാമിന് റസൂലുള്ളാഹിനെ കാണാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കണ്ണൊന്ന് പൂട്ടിക്കൊടുത്താൽ മതി, അപ്പം വരും. തങ്ങൾ വഫാത്തായ എല്ലാ സ്വഹാബത്തും മിണ്ടാതിരിക്കുന്നു കുറേ ദിവസത്തേക്ക്. അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല, വിതുമ്പിപ്പോവും തങ്ങളെ കാലം ഓർത്തിട്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടം കൊണ്ട് കരഞ്ഞ് നടക്കേണ്ട ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. കാരണം ഹാദിമാണല്ലോ, തങ്ങളുടെ ഇരുത്തത്തിലും നടത്തത്തിലും കൂടെ ഉണ്ടായ ആളല്ലേ. പക്ഷെ അനസ് റളിയല്ലാഹുവിൻ്റെ മുഖത്ത് എപ്പോഴും മച്ചി ഹാപ്പിയാണ്, കരച്ചിലില്ല, സങ്കടമില്ല. ഒരാൾ ചോദിച്ചു, നിങ്ങളെന്താ ഈ സങ്കടമൊന്നും ഇല്ലാതെ നടക്കണത്? അതിന് അനസ് റളിയല്ലാഹുവിൻ്റെ മറുപടി, ഞാൻ എന്തിനാ സങ്കടപ്പെടേണ്ട ആവശ്യം? അറാഖുല്ല ലൈലത്തിൽ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എല്ലാ രാത്രിയും മുത്തുനബിനെ കാണാറുണ്ട്, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? 40,000 തവണ കണ്ട മഹാന്മാർ, 40,000 തവണ തങ്ങളെ കണ്ട മഹാന്മാർ. നമ്മളെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ തന്നെ എത്ര മഹാന്മാരുണ്ട് തങ്ങളെ കണ്ടവർ. വഫാത്തായ അലിക്കുഞ്ഞ് ചെറിയ ഉസ്താദ് അതിന് ഉദാഹരണമല്ലേ? എത്രയാ അവരൊക്കെ കണ്ടത്. നമുക്കൊരിക്കലെങ്കിലും കാണണം. അതിനെപ്പോഴും വുളുവോടെ കിടന്നുറങ്ങണം. ഈ വഅള് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. എന്ത് തീരുമാനിക്കണം? ഈ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ റൂമിലേക്ക്, ഞാൻ കിടക്കുന്ന റൂമിലേക്ക് വന്ന് ഒരു 5 മിനിറ്റ് നിന്നാൽ എന്തായിരിക്കും നമ്മുടെ റൂമിൻ്റെ അവസ്ഥ? തങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, തെറ്റ് ചെയ്ത സ്ഥലവും തെറ്റ് ചെയ്ത ആളും തെറ്റ് ചെയ്ത സമയമൊക്കെ. നമ്മളെ റൂമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? 5 മിനിറ്റ് എൻ്റെ മുത്തുനബി തിരിച്ചു പോകുമ്പോൾ നമ്മൾ കരയോ, നമ്മൾ ചിരിക്കോ, നമ്മൾ സന്തോഷിക്കോ, ഇനി ഞാൻ ഒരിക്കലും വരൂല എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പോയാലോ എന്തായിരിക്കും അവസ്ഥ? തങ്ങൾ വരാൻ മാത്രമുള്ള അടിപൊളി ബെഡാണോ നമ്മളെ ബെഡ്? അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ മകള് കരയുന്നതിനെ കുറിച്ച് ഷറഹ് മുസ്ലിമിലും സിയറു അലാമിൻ നുബലയിലും കാണാം. മോളോട് അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോളെന്തിനാ കരയണത്? ഉപ്പ മരിക്കണേറ്റ? ഉപ്പ ഈ റൂമെന്ന് മാത്രം 18,000 ഖത്തും ഓതി തീർത്തിട്ടുണ്ട്. ഉപ്പ 25 കൊല്ലം ഈ റൂമിൽ ജീവിച്ചിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. നമ്മളെ യൂട്യൂബ് ഇൻസ്റ്റയിൽ എപ്പാ നിർത്തുക? നമ്മളെ റീൽസും കോമഡിയും ഒക്കെ എപ്പാ നിർത്തുക? ചെറുപ്പക്കാരെ, തോരണം കെട്ടിയാൽ മതിയോ? നമുക്കൊന്ന് ആ മുത്ത് തങ്ങളൊന്ന് കണ്ടിട്ട് മരിക്കണ്ടേ? അതിന് നമ്മൾ മാറണം.
അടിമുടി അങ്ങ് മാറുക. മതി, ഈ ചെയ്ത തെറ്റൊക്കെ ഒന്ന് നിർത്തി, ഇനി തൗബയൊക്കെ ചെയ്ത് ഇനി പുതിയ ജീവിതം മതിയൊരിക്കുക. ഈ രസവും ഇങ്ങനെ ഹറാമ് കാണലൊക്കെ മതിയൊരിക്കുക. കോപ്പ അമേരിക്കയും വേൾഡ് കപ്പും യൂറോ കപ്പും തുടരും. IPL ഏത് കാലത്തും മികച്ചു വരും. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകരുത്. മതി, ഞാനിതൊക്കെ നിർത്തി. ഇതാരാ തീരുമാനിക്കേണ്ടത്? ഉസ്താമാരല്ല, നമ്മൾ അവരവർ തീരുമാനിക്കുക. എന്നിട്ട് നമ്മളെ ബെഡ്റൂമിനെ ശുദ്ധിയാക്കുക. നമ്മളെ വീട്ടിലേക്ക് തങ്ങൾ വരാൻ തീരുമാനിച്ചു. തങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോഫൻ്റെ മേലെ നമ്മളുടെ കുട്ടിയോ ജ്യേഷ്ഠൻ്റെ കുട്ടിയോ അനുജൻ്റെ കുട്ടിയോ ഇത്താത്തൻ്റെ കുട്ടിയോ മൂത്രമൊഴിച്ചു, കാഷ്ടിച്ചു. തങ്ങളവിടെ ഇരിക്കോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നജസായ കാഷ്ടവും മൂത്രവും കൽബിലുണ്ടെങ്കിൽ അന്യ പെണ്ണിനോട് സ്നേഹം, അന്യ ചെക്കനോട് പ്രേമം, ഹറാമിനോട് പൂതി, മൊബൈൽ അഡിക്ഷൻ. പിന്നെ ഇൻ്റെ കൽബൻ അന്തസാക്കിനഹു, മുത്തനബി എൻ്റെ കൽബിൽ വന്നിനെങ്കിൽ ലൈസ മുഹ്താജിൻ ഇല സുറുജി, എനിക്ക് വേറെ ലൈറ്റ് വേണ്ടെന്ന് പാടിയിട്ട് എന്താ കാര്യമോ? കൽബ് അത്രയും വൃത്തി വേണ്ടേ? മൂത്രവും നജസ്സുള്ളിടത്ത് തങ്ങൾ ഇരിക്കാത്ത പോലെ നമ്മളെ മനസ്സിൽ നജസ് ഉണ്ടെങ്കിൽ പിന്നെ തങ്ങൾ ഇരിക്കുമോ? അപ്പൊ തങ്ങളെ കാണാൻ മാത്രം നമ്മളൊന്ന് കഴുകുക, നമ്മളെ തന്നെ നമ്മളൊന്ന് കുളിപ്പിക്കുക. മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവനോടെ നമ്മളൊന്ന് കുളിപ്പിക്കുക. തൗബനെ കൊണ്ട് കുളിപ്പിക്കണം. സ്വലാത്ത് അതിനൊരു പിടിവള്ളിയാക്കണം. നമ്മൾ നന്നാവാനൊന്ന് തീരുമാനിക്കണം. എന്നിട്ട് റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചിരിക്കൂല. കാരണം ചിരിക്കാത്തതിൻ്റെ കാരണം വേറെ ആരോടും ദേഷ്യം കൊണ്ടൊന്നുമല്ല, പിന്നെ ആഖിറത്തിലെത്തിയാൽ എനിക്ക് നരകാണോ സ്വർഗാണോ എന്ന് എപ്പം ചിന്തിക്കും. നരകം കിട്ടുമോയെന്ന് പേടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചിരിക്കാതെ പിടിച്ചു വെക്കും. എപ്പോൾ കരച്ചിൽ തന്നെ. വഫാത്തായിട്ട് ഓറെ കുളിപ്പിക്കുന്ന ആൾ വിളിച്ചു പറയുന്നുണ്ട്, ഇതാ ഒരു ചിരിക്കുന്ന അതാണ്. കാരണം സ്വർഗാന്ന് ഓർക്ക് കൺഫേമായി, ടിക്കറ്റ് കൺഫേമായി, ഓക്കെ ആയി. ആ ചിരിക്കുന്ന മുഖം സെൻട്രൽ ഹാളിലേക്ക് കൊണ്ടുവന്നാൽ എടുക്കാൻ തോന്നോ? പ്രകാശിക്കുന്ന മുഖം എടുക്കാൻ തോന്നില്ല. എന്തൊരു പ്രകാശിക്കുന്ന മുഖം! അപ്പോഴാണ് ആ മയ്യത്തിന്റെ ആ മഹാന്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വരുന്നത്, ഖദ്ദിമുനിയില ഖബരി, എന്നെ ഖബറിലേക്ക് വേഗം കൊണ്ടുപോട്. നിങ്ങളെന്താ എന്നെ നോക്കിയിരിക്കണത്? എന്തിനാ കൊണ്ടുപോകണമെന്ന് പറയുന്നറിയോ? വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തളുർനി ഫീ ഖബരി, എന്നെ ഖബറിൽ മുത്തുനബി കാത്തുക്കുണ്ട്. നിങ്ങളെ നോക്കിക്കല എൻ്റെ പണി. നമ്മളെ ഖബറിൽ ആരായിരിക്കും കാത്തുക്ക? പാമ്പോ തേളോ? ആരായിരിക്കും കാത്തുക്ക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണത്? 5 പണിയാണ്. ഒന്ന്, ഹുളൂറു സ്വാലിഹിൽ മയ്യത്തി, നല്ല ആൾ മരണപ്പെട്ടാൽ ഒന്നുകിൽ അയാൾ മരണ വീട്ടിൽ, അല്ലെങ്കിൽ അയാളെ മയ്യത്തസ്കാരത്തിന്, അല്ലെങ്കിൽ അയാളുടെ ഖബറിലേക്ക് വരണ്ടേ. നമ്മളൊക്കെ ഖബറിലേക്ക് ആദ്യം നമ്മളെ റൂമിലേക്ക് വരുത്തിച്ചാൽ, തങ്ങളെ ക്ഷണിച്ച് വരുത്തിച്ചാൽ തങ്ങൾ നമ്മളെ ഖബറിലേക്ക് വരും. അതിന് ജീവിതകാലത്ത് ഒരിക്കലും തങ്ങളെ കാണണം. അനവധി തവണ കണ്ട മഹാന്മാരുടെ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം. ഉറങ്ങാൻ നേരത്ത് ഒരു തെറ്റും ചെയ്യൂല എന്ന് ഇനി അങ്ങോട്ട് തീരുമാനിക്കണം. അങ്ങനെ നല്ലൊരു ജീവിതം, ഒരു പ്രേമമൂത്ത ജീവിതം. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുക, സ്വലാത്തും ദിക്റും ചൊല്ലുക. എന്ത് രസമുണ്ടാവും ആ ജീവിതം! എന്തൊരു ടേസ്റ്റ് ആയിരിക്കും! അള്ളാഹിനോട് ദുആർക്കാൻ തന്നെ നമുക്കൊരു ധൈര്യം പോലെ ആയിരിക്കും. ഇന്നലെ രാത്രി ഫുൾ ഹറാമ് ചെയ്ത ഒരാൾ ഇന്ന് ആക്സിഡന്റ് ആയി മരിക്കാൻ പോകുന്നു. അയാൾക്ക് തന്നെ ദുആർക്കാൻ ഒരു മടിയുണ്ടാവും. ഇന്നലെ വരെ ഹറാമ് വീഡിയോ കണ്ടാക്ക് ഇന്നൊരു നാണക്കടായിരിക്കുമല്ലോ ദുആർക്കാൻ. ഇന്നലെ വരെ സ്വലാത്തും ദിക്റിലുള്ള ആള് ഇന്ന് പെട്ടെന്നൊന്നും അപകടത്തിൽപ്പെട്ടാൽ, യാ റബ്ബ് ഒന്ന് കഴിച്ചിലാക്കി തരണേ, കേസ് കൊടുക്കല്ലേ. അയാൾക്ക് ദുആർക്കാൻ ഒരു ധൈര്യം കിട്ടുമല്ലോ. അയാൾ ഇന്നലെ വരെ അള്ളാഹിനോട് ടോപ്പല്ലേ. അപ്പൊ നമുക്കൊരു ടോപ്പ് ലൈഫിലേക്ക് പോവാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ മരിച്ചാൽ ഈ താഴച്ചിനേന്ന് അല്ലെങ്കിൽ വേങ്ങരേന്ന് അല്ലെങ്കിൽ പുളിക്കൽന്ന് ഒരാൾ മരിച്ചെന്ന് വിചാരിക്കും ആക്സിഡന്റില്. എന്താ ഈ ചെറുപ്പക്കാരൻ വായിക്കല്? 18-ാം വയസ്സിൽ ഞാൻ ആക്സിഡന്റിൽ മരിച്ചു, 15-ാം വയസ്സിൽ പ്രായപൂർത്തിയായി, 3 കൊല്ലാണ് ഭൂമിയിൽ ജീവിച്ചത്. അതല്ല എനിക്കറിയാം. ഏട് വായിക്കടാ. മലക്കൾ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. ഉദാഹരണം വായിക്കും. റീസെന്റ് ആയിട്ടുള്ളതല്ല വായിക്കല്. ഒന്നാമത് 3,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. ഇതാ ഒന്നാമത് വായിക്കേണ്ടി വരിക. വേറെന്താ വായിക്കുക? ഇതെപ്പോഴാ കണ്ടു തീർക്കുക? നമ്മള് എപ്പോഴാ ഇത്? നിങ്ങൾ എപ്പോഴാ കണ്ടു തീർക്കുന്നത്? നമുക്കൊന്ന് ഒരു ഡേറ്റ് നിശ്ചയിച്ചാലോ, അതിന്റെ പിറ്റേ നമുക്കൊരു മൗലിദാറ്റം വെക്കാലോ. എപ്പോഴാ ഇത് കണ്ടു തീർക്കുക? ഈ കളിയും ആരവങ്ങളും എപ്പോൾ തീർക്കും? എപ്പോഴാ തീർക്കുക? നിർത്തുക. ഈ മജ്ലിസ് എന്ന് തീരുമാനിക്കുക. ഇതൊരു തൗബന്റെ മജ്ലിസായി അവനവൻ ഏറ്റെടുക്കുക. നിർത്തുക. എന്നിട്ട് സ്വലാത്തിന്റെ ഒരു ലോകത്തേക്ക് നമുക്ക് പോകാം. ചെറിയൊരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് നിർത്താം. സയ്യിദുന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം,
ഭരണം നടത്തുമ്പോൾ അന്ന് രാത്രി, ഒരു ദിവസം രാത്രി അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഉറങ്ങുക. അലി റളിയല്ലാഹു അൻഹു പഴയ കാലം ഇങ്ങനെ സ്വപ്നം കാണുക. ഏതാ കാലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള കാലമാണ് സ്വപ്നം കാണുന്നത്. തങ്ങൾ വഫാത്തായിട്ട് കുറെ കാലമായി, സിദ്ദീഖുകളും വഫാത്തായി, ഇപ്പോൾ ഉമറങ്ങളാ ഭരണം നടത്തുന്നത്. പക്ഷെ ആ പഴയ കാലം സ്വപ്നം കാണുക. തങ്ങൾ ഒരിക്കൽ സുബഹിക്ക് ഇമാം വെക്കുന്നതാണ് സ്വപ്നം കാണുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഔറാദൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു പള്ളീൻ്റെ പുറത്തെത്തിയപ്പോൾ ഒരു പെണ്ണുങ്ങൾ ഒരു കൊട്ട ഈത്തപ്പഴം കൊണ്ട് കൊടുത്തിട്ട് പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കണമെന്ന്. സ്വപ്നാണേ. അലി റളിയല്ലാഹു അൻഹു അതെടുത്തിട്ട് തങ്ങൾക്ക് കൊടുത്തു. സ്വപ്നത്തിൽ തങ്ങൾ ഒന്നെടുത്തിട്ട് വായിലിട്ട് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു എന്തൊരു മധുരം! മദീനയിൽ പല ഈത്തപ്പഴം ഉണ്ടെങ്കിലും ഇത്ര ടേസ്റ്റ് അനുഭവിച്ചിട്ടില്ല. ഒന്നുകൂടി തരാവോ നബിയെ? അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സ്വപ്നം തീർന്ന് ഉറക്കം നെട്ടിപ്പോയി. ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. തഹജ്ജുദൊക്കെ നിസ്കരിച്ച് പിന്നെ സുബഹിന്റെ സുന്നത്തും സുബഹിയൊക്കെ നിസ്കരിച്ച് അന്നാരെ ഇമാമക്കല് ആര്? ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫറല്ലേ? സ്വപ്നം കഴിഞ്ഞ് ഇത് ഉണർവ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇമാമത്ത്, അലി റളിയല്ലാഹു അൻഹു മഹ്മൂമായി നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഔറാദെല്ലാം കഴിഞ്ഞ് പള്ളീൻ്റെ പുറത്തിറങ്ങുന്നുണ്ട് ഒരു പെണ്ണുങ്ങൾ. ഈ ഒരു കൊട്ട ഈത്തപ്പഴം ആർക്ക് കൊടുക്കണം? നബി തങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്നില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം. ഇന്നലെ കണ്ടതുമായി ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല തോന്നി കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം എടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹു ഇന്നലത്തെ അതേ ടേസ്റ്റ്. പക്ഷെ ഇന്നൊരു ഭാഗ്യമുണ്ട്, ഇന്നത്രയും ചോദിക്കാം, ഇന്നലെ കിട്ടാത്തതിൻ്റെ നിരാശ ഇവിടുന്ന് തീർക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ച്, നല്ല രസമുണ്ട്, ഒന്നുകൂടി തരാവോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇന്നലെ മുത്തുനബി ഒന്നല്ലേ തന്നിട്ടുള്ളൂ. ഉമറങ്ങൾ അതെങ്ങനെ അറിഞ്ഞത്? എന്താ അലി അറിഞ്ഞ ചോദിക്കണം? നമ്മളൊരു ടീമല്ലേ മോനെ, മുത്തുനബി ടീം. അങ്ങനെ ഒരു ടീമുണ്ട് ആത്മീയ ലോകത്ത്. ഷീറി ഉസ്താദൊക്കെ അതിൻ്റെ ഒരു കണ്ണിയാവുന്ന ടീമുണ്ടല്ലോ. നമുക്കൊന്നാവണ്ടേ? ആശിഖുർ റസൂലിൻ്റെ കൊണ്ടൂർ ഉസ്താദിൻ്റെ നാട്ടുകാരല്ലേ നമ്മൾ? ആവണ്ടേ ഹബീബുമാരെ? ആ ലോകത്തേക്ക് പോകണ്ടേ? ഓ ചെറുപ്പക്കാരെ, മുടിയൊക്കെ ഒന്ന് ചെറുതാക്ക്. മയ്യത്തായി വല്ല ഏതെങ്കിലും അപകടത്തിലോ പെട്ടെന്നുള്ളൊരു മരണത്തിൽ ഖബറിലേക്ക് പോകുമ്പോൾ റസൂലുള്ള വരും ഖബറിൽ. ആ ഖബറിൽ വന്നിട്ട് നമ്മൾ ഈ ഫ്രീക്കം മുടി കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? മുത്തുനബിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ക്ലീൻ ഷേവുമായിട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? നല്ലൊരു താടി, നല്ലൊരു മുടി, നല്ലൊരു തൊപ്പി, നല്ലൊരു വേഷം. നീ ആരെയും തൃപ്തിപ്പെടുത്താനല്ല, തങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക. അങ്ങനൊരു ജീവിതം ഈ സദസ്സിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. തങ്ങളെ ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളൊക്കെ ഉള്ള സദസ്സാണല്ലോ. ഇജാബത്ത് അള്ളാഹു നൽകും. മുത്തഅല്ലിങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നിടത്ത്, ചിലവേറ്റെടുക്കുന്നിടത്ത് നമ്മളെ നന്നായിട്ട് ഉത്സാഹിക്കണം. ഒരൊറ്റ മുത്തഅല്ലിമ് മതി നമുക്ക് സ്വർഗം കിട്ടാൻ. ഒരു മുത്തഅല്ലിം, നമ്മൾ ഭക്ഷണം കൊടുത്ത ആൾ സ്വർഗത്തിലാണെങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കും എന്നാണ്. അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അതിലൊക്കെ വലിയ താല്പര്യം കാണിക്കണം. അള്ളാഹു നമ്മളെ മജ്‌ലിസ് ഖബൂലാക്കുമാറാവട്ടെ. ഒരൊറ്റ നാരിയത്ത് സ്വലാത്ത് എല്ലിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില معلوم لك. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഇത്രയും സമയം മൗലിദ് ചൊല്ലി അള്ളാഹുവിനെ, എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിൻ്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞ ഈ മജ്ലിസ് നീ തള്ളിക്കളയല്ല റഹ്മാന്. പള്ളിയിലിരുന്ന ഇത്തിക്കാഫിൻ്റെ നിയത്തും വെച്ച് നമ്മളിവിടെ ഇരുന്നത്. കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നീ പുറത്ത് വന്ന് അതൊക്കെ ഒന്ന് നല്ല അമലായി ആദ്യം തന്നെ നമ്മളെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റൗളയിലെത്തിക്കണേ റഹ്മാന്. റബീഉൽ അവ്വലിൻ്റെ ഒന്നാമത്തെ രാവിലെ ആ റൗളയിൽ ഈ അമലുകളൊക്കെ എത്തിച്ച് അവിടത്തേക്ക് ഒരു പുഞ്ചിരി നൽകണേ റഹ്മാന്. മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാതെ കീപ്പ് ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാന്. അവിടുത്തെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുത്തല്ല അല്ലാഹ്.
അവിടുത്തെ ദീനിൻ്റെ ഖാദിമീങ്ങളായി നമ്മളെ കബൂലാക്കണേ റഹ്മാന്. ആ മദീനയിൽ ഒരുപാട് തവണ നമ്മളെ എത്തിക്കണേ റഹ്മാന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ മാത്രം നമ്മുടെ കണ്ണ് കൽബ് പാകമല്ലെന്ന് നമുക്കറിയാം. ലോകത്തെ ഏറ്റവും വലിയ മുത്തഖിയായ തങ്ങളെ കാണാൻ നമ്മളെ കണ്ണെങ്ങനെയാ പറ്റുക? പക്ഷേ നിയമവും പ്രോട്ടോക്കോളൊക്കെ നോക്കുമ്പോൾ പറ്റൂലെങ്കിലും നിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ കണ്ണിനൊന്ന് വൃത്തിയാക്കി തരണേ അല്ലാഹ്. എത്രയോ ആളെ തൗബയിലൂടെ നീ നന്നാക്കി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് കിതാബുകളിലുണ്ട്. നമ്മളൊന്ന് ഏറ്റെടുക്കണേ റഹ്മാന്. എല്ലാ നല്ല സദസ്സിലും ഈ സദസ്സോടെ നന്നാവും വിചാരിക്കും, ഒരു 2 ദിവസം അതിൻ്റെ വോൾട്ടേജ് ഉണ്ടാവും, പിന്നെയും പൊട്ടൻ ജീവിതം. ഇത് എത്ര കാലമായി ഈ പൊട്ടന്മാരായ നമ്മളിങ്ങനെ ജീവിക്കണത്? ഇതൊക്കെ ഒന്ന് നിർത്തി തന്ന് നമ്മളൊന്ന് ഏറ്റെടുക്കണേ റഹ്മാന്. നമ്മളെ നീ ശുദ്ധിയാക്കണേ റഹ്മാന്. ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗവും നമുക്ക് തരില്ല റഹ്മാന്. ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളുടെ അണുക്കൾ നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അതെല്ലാം കരിച്ചു കളയണേ റഹ്മാന്. നമുക്ക് തന്ന മക്കൾ, തരുന്ന മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നിന്റെ മോനതാ MDM കള്ള് കുടിച്ചിട്ട് റോഡ് സൈഡിൽ കിടക്കണത്, നിന്റെ മോളതാ ഒരുത്തൻ്റെ ബൈക്കിൽ ഒളിച്ചോടി പോയിട്ട് ട്രെയിനിൽ കയറി പോകുന്നത്. ഇതൊന്നും, ഈ ദുരന്ത വാർത്തകളൊന്നും മക്കളെക്കുറിച്ച് കേൾപ്പിക്കല്ല റഹ്മാന്. ഒരു യുക്തിവാദിയും ആക്കല്ല റഹ്മാന്, ഒരു ലിബറൽ ചിന്താഗതിക്കാരനും ആക്കല്ല അല്ലാഹ്. നമ്മളെ മക്കളെല്ലാം നിന്നോടും നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മഹബ്ബത്തുള്ളവരാക്കണേ റഹ്മാന്. ഇവിടുത്തെ ദർസിൽ നീ വലിയ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. അഇമ്മത്തിൻ്റെ നളറുള്ള ദർസാക്കണേ റഹ്മാൻ. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ, ജോലിയിൽ, പഠനത്തിൽ, തദ്രീസിൽ, ദഅവത്തിൽ, സംഘടനാ പ്രവർത്തനത്തിൽ, എല്ലാത്തിലും ഈ വലിയ ഖബൂലിയത്ത് ബർക്കത്ത് നൽകണേ റഹ്മാന്. ഈ റബീഉൽ അവ്വൽ, ഇന്ന് തുടങ്ങിയ റബീഉൽ അവ്വൽ ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന റബീഉൽ അവ്വൽ ആക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് അതിനൊരു കാരണമാക്കണേ റഹ്മാന്. എത്ര സാധാരണക്കാരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട അത്ഭുതവും സന്തോഷമൊക്കെ പറയണത്. അല്ലാഹ് നമുക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. അതിന് മാത്രം നമ്മുടെ കണ്ണും കൽബും ഒന്ന് വൃത്തിയാക്കി ശുദ്ധിയാക്കി തരണേ റഹ്മാന്. അല്ലാഹുവേ, നീ ഏറ്റവും കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെട്ട സമയത്ത്, നിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ മരിപ്പിക്കണേ റഹ്മാന്. നജസിൽ കടത്തി മരിപ്പിക്കല്ലേ അല്ലാഹ്. അവസാനത്തെ വക്ത് വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് തരണേ അല്ലാഹ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ജീവിതത്തിൽ ആരെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ആരെ മുമ്പിലും നമ്മളെ ഫളീഹത്തിലാക്കല്ലേ അല്ലാഹ്. ആരെ മുമ്പിലും നാറ്റിക്കല്ലേ റഹ്മാന്. നമ്മളെ നീ ഏറ്റെടുക്കണേ റഹ്മാന്. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇന്ന് സ്വലാത്തൊക്കെ ചൊല്ലി ദ്വാർന്ന കൈകളെ നീ തട്ടിക്കളയല്ല അല്ലാഹ്. നമ്മളെ നീ ഏറ്റെടുക്കണേ റഹ്മാന്. അവസാനം മരിക്കുമ്പോൾ കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്താക്കണേ റഹ്മാന്. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നിങ്ങളെല്ലാ ദുആയിൽ ഉണ്ടാവണം. അല്ലാഹു ഈ റബീഉൽ അവ്വലിനെ ധന്യമാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.